ഒരു റെസ്റ്റിൽ കിടക്കുന്ന സമയത്ത് കുറേ പേര് വന്നെന്നെ കാണാനായിട്ട്, കുറേയേറെ പേര് വന്നു. ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, രോഗിയായിട്ടൊക്കെ നമ്മൾ കിടക്കുന്ന അവസരത്തിൽ അങ്ങനെ വരുമ്പോൾ ചില സാധനങ്ങൾ കൊണ്ടുവരും. നമുക്ക് ഭക്ഷണം ചിലപ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരും. എന്നെ കാണാനായിട്ട് ഒരു റെവറൻഡ് സിസ്റ്റർ വന്നു. ഒരു സിസ്റ്റർ, ഞാൻ പഠിപ്പിച്ച ഒരാളാണ്. അയാൾ എന്നെ കാണാൻ വന്നു. അയാൾ എന്നെ കണ്ട് എന്നോട് സംസാരിച്ച് അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എനിക്കൊരു ചെറിയ കാര്യം അച്ഛനെ തന്നിട്ട് പോകാനുണ്ടെന്നാണ്. ഇയാൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, കയ്യിലൊന്നുമില്ല. ഞാൻ എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അതിവിടെ ഈ ഭിത്തിയിൽ അച്ഛൻ കിടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒന്ന് ഒട്ടിച്ചു വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഒട്ടിച്ചു വെച്ചോളാൻ പറഞ്ഞു. ഈ സിസ്റ്റർ ഒരു പേപ്പർ 4 മടക്കിയിരുന്ന പേപ്പർ എടുത്ത് നിവർത്തിട്ട് എൻ്റെ മേശപ്പുറത്ത് പോയി പശ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ 4 സ്ഥലത്തും തേച്ചിട്ട് ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭിത്തിയിൽ ഒരു കാര്യം ഒട്ടിച്ചു വെച്ചു. ഒരു വചനമായിരുന്നു. യെശയ്യായുടെ പ്രവചനം 58-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. നിങ്ങളത് മറന്നു പോകണ്ട, നിങ്ങൾ ഓർത്തിരിക്കുക. യെശയ്യായുടെ പ്രവചനം 58:11 ഇങ്ങനെയാണ്: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് ബലം നൽകും, അവിടുന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നീ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും ആയിത്തീരും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും അവിടുന്ന് നിനക്ക് ബലം നൽകും, അവിടുന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നീ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും ആകും. എനിക്ക് തോന്നുന്നു എൻ്റെ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും എനിക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകിയതുമായ വചനമാണിത്. ഹല്ലേലൂയ. എന്നെ ഒരുപാട് സഹായിച്ച വചനമാണിത് എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചൊരു റിസറക്ഷൻ ഉണ്ടാക്കിയ വചനമായിട്ട് ഞാനത് പറയും. പിന്നീട് ഒരു അവസരത്തിൽ ഒരു പ്രോഗ്രാമിൽ എന്നെ തൊട്ട വചനം എന്നുള്ളൊരു പ്രോഗ്രാമിൽ ഞാൻ ഈ വചനം കോട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ ആ കാലഘട്ടത്തിൽ തൊട്ട വചനമാണിത്. പിന്നീട് ഇങ്ങോട്ട് പോന്നിട്ടുള്ള എല്ലാ ധ്യാന പ്രസംഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളാം. ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ ഡയറിയിൽ ഇതുപോലെ 2 സംഭവങ്ങൾ എഴുതാൻ കാണുമോ നമുക്ക്? ഒരു രോഗിയെ ആശ്വസിപ്പിച്ചതിൻ്റെ, ഒരു പ്രാരാബ്ധക്കാരൻ്റെ കുരിശ് ചുമന്നു കൊടുത്തതിൻ്റെ, വഴിയറിയാതെ നിന്നൊരു മനുഷ്യനെ കൃത്യം വഴിക്ക് കൊണ്ടുവിട്ടെ. എനിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു പോയാൽ ബാക്കി ധ്യാനമൊന്നും പറയാൻ പറ്റുകയില്ല. ഞാൻ ഒരിക്കൽ ഒരു എയർപോർട്ടിൽ ചെന്നിറങ്ങി നിന്നു. ഞാൻ ചെല്ലുമെന്ന് എന്നോട് അവർ ചെല്ലാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് ഡേറ്റ് തെറ്റിപ്പോയി, അവർ വന്നില്ല എന്നെ കൊണ്ടുപോകാനായിട്ട്. ഗ്ലാസ്ഗോ എയർപോർട്ടിലാണ് ചെന്നിറങ്ങി നിന്നത്, സ്കോട്ട്ലൻഡിൽ. അവിടെയാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത്. ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ വരുന്നില്ല, രാത്രിയായിപ്പോയി. ഞാനിങ്ങനെ നോക്കിയെന്ന് ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ, എനിക്ക് എവിടെ പോകണം, ഇനി എൻ്റെ കയ്യിൽ ആകെ ഇരിക്കുന്ന ഒരു എഴുത്തിൻ്റെ അകത്ത്, ഇൻവിറ്റേഷൻ കത്തിൻ്റെ അകത്തുള്ളത് ഓഫീസിൻ്റെയാണ്, ഓഫീസിൻ്റെ അഡ്രസ്സ്. ഓഫീസ് സൺഡേ ആണ്, വിളിച്ചിട്ട് ഒറ്റ മനുഷ്യനെടുക്കുന്നില്ല. ഞാൻ എങ്ങോട്ട് പോകണം, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നെ കൊണ്ടുപോകാൻ വരുന്ന ആൾ വന്നിട്ടില്ല. അവിടെ റെൻ്റ് കാറിന് നിൽക്കുക. എനിക്ക് റെൻ്റ് കാർ എടുത്താൽ എങ്ങോട്ടാണ് പോകേണ്ടെന്നറിയാം. എനിക്ക് ആകെയുള്ളത് ഈ ഓഫീസിൻ്റെ അഡ്രസ്സ്. അവിടെ ഇല്ല, അത് അടച്ചിട്ടേക്കാണ്. വിളിച്ചിട്ട് ആൻസറിങ് മെഷീനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടുഡേ ഈസ് എ ഹോളിഡേ, യു സേ യുവർ മെസ്സേജ്. അതിൻ്റെ ബാക്കി പിന്നീട് അവർ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ അതിൻ്റെ അത് വേറെ ഒന്നുമില്ല. അവർക്ക് തെറ്റിപ്പോയി. അവരെ അടിച്ചത് മൺഡേ വരെ തന്നെ അടിക്കേണ്ടത് ഒരു സൺഡേ ആയിപ്പോയി അടിച്ചത്. അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. അപ്പം ഇങ്ങനെ ഞാൻ വിഷമിച്ചവിടെ നിന്നപ്പം ഒരു മനുഷ്യൻ, ഒരച്ഛൻ എന്താ, ഞാൻ കോളറൊക്കെ വെച്ചും അച്ഛൻ, ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്നതാണ്, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് കൊണ്ടുപോകാൻ. അപ്പം അച്ഛനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, 1 മിനിറ്റ് എന്നുണ്ട്. അച്ഛൻ പോയി അച്ഛന് ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ കഴിഞ്ഞപ്പോൾ അച്ഛൻ കാറുമായിട്ട് വന്നെന്ന് പറഞ്ഞു, കയറിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു, എന്നെ കയറ്റി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷുകാരനാണ്. എനിക്ക് ഈ മനുഷ്യനോട് ശരിക്കും നമ്മൾ വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ പ്രൊനൗൺസിയേഷനും അദ്ദേഹത്തിൻ്റെ പ്രൊനൗൺസിയേഷനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ഈ മനുഷ്യനോട് ഇങ്ങനെ പയ്യെ പേരൊക്കെ ചോദിച്ചു. എന്നെ സത്യത്തിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഇവിടെ ഒന്നും ഒരു പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ രാജ്യത്ത് വരിക എന്ന് ഓർക്കണം. ഈ മനുഷ്യൻ എന്നെ കൊണ്ടുപോയി
കുറേയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എവിടം വരെയായി, ഇനി എത്ര സമയമുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ എനിക്ക് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്നെയും കൊണ്ട് എയർപോർട്ടിൽ നിന്ന് 1.25 മണിക്കൂർ ഓടിച്ച് പുള്ളി ഒരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി വേണ്ട, ഈ കാണുന്ന അവിടേക്ക് ഇറങ്ങിപ്പോക്കോ, ആ കാണുന്നതിൻ്റെ അവിടെയാണ് ഓഫീസ്, അവിടുത്തെ കത്തീഡ്രലാണ് കാണുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന പ്രസ്ബിറ്ററിയാണ്, അവിടെ ചെന്ന് ബെല്ലടിച്ചാൽ മതി, എൻ്റെ പേര് റോബർട്ട് എന്നാണ്, അവിടുത്തെ അച്ഛനോട് പറഞ്ഞ് എന്നെ അറിയാം. എന്നിട്ട് ഈ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഈ അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി. അച്ഛൻ ലണ്ടനിലുള്ള അച്ഛനാണ്. അമ്മ മരിച്ചതിന് അച്ഛൻ വീട്ടിലോട്ട് വന്നതാണ്. ആ എയർപോർട്ടിൽ വെച്ച് ഈ സ്വന്തം അമ്മ മരിച്ചു എന്നറിഞ്ഞ് എയർപോർട്ടിൽ വന്നിറങ്ങിയ മനുഷ്യനാണ് എന്നെയും കൊണ്ടുപോയി എന്നെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കിയിട്ട് വീട്ടിൽ പോയത്. നിങ്ങളൊന്ന് ആലോചിക്കേ, എന്ത് ഭംഗിയായിട്ടാണ് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തതെല്ലാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ റോബർട്ട് അച്ഛനെ മറക്കുമോ? എവിടെല്ലാം ഞാൻ പറഞ്ഞെടുത്ത് ഈ അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെല്ലാം ഞാൻ പറഞ്ഞെടുത്ത് എന്നോട് എന്ത് ബന്ധം ആ മനുഷ്യനുള്ളത്? ഇതിൻ്റെ പേരെന്നാ? ഇത് തൊട്ടടുത്തുള്ളവനിൽ ദൈവത്തെ കാണുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമോ? ഏത് സമ്പന്നനോടാണ് ഈശോയ്ക്ക് ബുദ്ധിമുട്ടുള്ളത്? എന്നിട്ട് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, 5 താലന്ത് ലഭിച്ചവൻ അതിൻ്റെ കൂടെ തനിക്ക് ലഭിച്ചത് 5 കൂടെ കിട്ടിയപ്പോൾ, 5 കൊടുത്തവൻ സമ്പാദിച്ച് നേടിയപ്പോൾ ഈശോ അവനെ എത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു, ഈശോ നമുക്ക് തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച്, അറിവ് ഉപയോഗിച്ച്, പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നല്ല നല്ല സ്ഥാനങ്ങളിൽ നമ്മൾ എത്തുകയും പഠിക്കുകയും നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് നല്ല പൊസിഷനിലൊക്കെ ആയിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് സുവിശേഷത്തിന് വിരുദ്ധമോ ഈശോയ്ക്ക് വിരുദ്ധമോ ഒന്നുമല്ല. അതൊക്കെ ഈശോ നമുക്ക് അനുവദിച്ചു തരുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രശ്നമാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലെ ധനികനെ കണ്ടത്. ആർക്കും ഒന്നും കൊടുക്കാതെ എനിക്ക് തന്നെ എല്ലാം ആസ്വദിക്കണമെന്ന് ചിന്തിച്ചൊരു മനുഷ്യൻ. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ കണ്ട ധനവാൻ സുഖലോലുപതയ്ക്കകത്ത് ജീവിച്ചവൻ. ലാസർ എന്ന് പറഞ്ഞ ദരിദ്രനെ വേണ്ടതുപോലെ പരിഗണിക്കാഞ്ഞവൻ. അവന് ഉണ്ടായിരുന്ന ആസ്തി അനുസരിച്ച് ലാസറിന് ചെയ്തു കൊടുക്കാവുന്ന പലതും ചെയ്തു കൊടുക്കാതെ വളരെ ഒരു സൈഡ് വേ ആയിട്ട് ലാസറിനെ തള്ളിക്കളഞ്ഞവൻ. അയാൾക്ക് ഭയങ്കര നിസ്സംഗനായിരുന്നു ലാസറിൻ്റെ നേരെ. മനുഷ്യരുടെ നേരെ നമുക്ക് സമ്പന്നത ഉണ്ടായിട്ടും മനുഷ്യരുടെ നേരെ വളരെ നിസ്സംഗതയോടുകൂടെ പെരുമാറുന്ന ഒരവസ്ഥയാണത്. അവിടെയാണ് സമ്പത്ത് പ്രശ്നമാകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരുപക്ഷെ നമുക്ക് നമ്മളതിനോട് ചോദിക്കുന്ന എല്ലാവരെയും ഒന്നും സഹായിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ എന്നോട് ഒരാൾ ചോദിച്ചു, വെച്ചാൽ ഞാൻ ഒരു ചെറിയ വീട് പണിയാണ്, ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, ഇപ്പം ഒരു നിർവാഹമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പം പലർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഏറ്റിട്ടുണ്ട്, നമുക്ക് സാധിക്കത്തില്ല ഇപ്പം അത് ചെയ്യാനായിട്ട്. പക്ഷേ എങ്കിലും പ്രാർത്ഥിക്കുക. അപ്പോൾ പറഞ്ഞു, വലിയ ആശ്വാസം, പ്രാർത്ഥിക്കണോ അച്ഛാ എന്ന് പറഞ്ഞു. എങ്കിലും ഇവരെക്കുറിച്ച് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നമ്മളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഈ മനുഷ്യരുണ്ടാവണം. അപ്പം ചിലപ്പോൾ എവിടെങ്കിലും ഏതെങ്കിലും വഴിയിൽ ചിലപ്പോൾ ഈ മനുഷ്യരിലേക്കൊരു നന്മ വരും. നമ്മൾ അവരെക്കുറിച്ച് ആഗ്രഹിക്കണം, ചിന്തിക്കണം. എന്തിനെന്നറിയാമോ? നമ്മൾ അവരോട് നിസ്സംഗത കാണിക്കുന്നില്ല. നമുക്കവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ 10,000 രൂപയായിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ അതിന് വലിയൊരു സെൻസ് ഉണ്ട്. വിധവയുടെ കൊച്ചു കാശ് പോലെ ദൈവം അതിനെ കാണുന്ന വലിയ കാര്യമായിട്ടാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സമ്പത്തിൻ്റെ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുക. ഇതാണ് ഈ ധനികനായ മനുഷ്യന് ഇല്ലാതെ പോയത്. അയാൾ ഭയങ്കര നിസ്സംഗനായിരുന്നു. ലാസർ എന്ന് പറഞ്ഞ ഒരു ദരിദ്രൻ അവിടെ പൊട്ടി അളിഞ്ഞ് പട്ടി വന്ന് നക്കി കിടക്കുകയാണ്. എന്നിട്ടും അയാൾ ഈ പട്ടിയെങ്കിലും ഈ മനുഷ്യനെ നക്കാതിരിക്കാനായിട്ടുള്ളൊരു സംവിധാനം ചെയ്തില്ല. അതുപോലും അയാൾ ചെയ്തില്ല. ഈ മിച്ചം ഇട്ട് കൊടുത്തു, ആ മിച്ചം കഴിച്ച് ഈ മനുഷ്യൻ ആ വാതൊക്കെ കിടക്കുന്നു. ഈച്ചയും കൊതുകും വന്ന് ഈ മനുഷ്യനെ അടിക്കുന്നു. അതെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കാനുള്ള ഒന്നും ചെയ്തില്ല.
അവനെ അവിടുന്ന് മാറ്റി തൻ്റെ ചായ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെങ്കിലും കടത്താനായിട്ട് ഈ മനുഷ്യൻ ശ്രമിച്ചില്ല. നിസ്സംഗനായിരുന്നു ഈ മനുഷ്യൻ. സുഖലോലുപതയ്ക്കകത്ത് വിട്ട് നിസ്സംഗനായി പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നമാണിത്. അതാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം. അതായത് വിശുദ്ധ അംബ്രോസൊക്കെ ഇപ്രകാരം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സെയിൻറ്റ് ബേസിലും വിശുദ്ധ അംബ്രോസും ഒക്കെ സഭാപിതാക്കന്മാരാണ്. അവർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, നിന്റെ അലമാരിയിൽ വസ്ത്രങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ നീ ഓർമ്മിക്കണം, ഒന്നിൻ്റെ കൂടെ ഒന്നുകൂടെ മാറാനില്ലാത്ത പാവപ്പെട്ടവനൂടെ അവകാശപ്പെട്ടതാണ് ആ വസ്ത്രങ്ങൾ. നിന്റെ കട്ടിൽ കീഴിൽ നിന്റെ പാദരക്ഷകൾ, വിവിധ തരത്തിലുള്ള പാദരക്ഷകൾ കിടക്കുമ്പോൾ നീ ഓർമ്മിക്കണം, അത് ഇവിടെ പാദങ്ങളിൽ പാദരക്ഷകൾ അണിയാനില്ലാത്ത മനുഷ്യനോട് അവകാശപ്പെട്ടതാണ്. ഇപ്പം സ്ത്രീകൾക്കൊക്കെ വളരെ പ്രത്യേകം അറിയാം അല്ലേ. ഇപ്പം നിങ്ങൾ വസ്ത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്തെല്ലാം സാധനങ്ങൾ അതിൻ്റെ അക്സസറീസ് ആയിട്ട് പോരുന്നത് ഇല്ലേ. വസ്ത്രത്തിൻ്റെ കളറിലുള്ള കമ്മലുണ്ട്, വസ്ത്രത്തിൻ്റെ കളറിലുള്ള പൊട്ടുണ്ട്, വസ്ത്രത്തിൻ്റെ കളറിലുള്ള വളയുണ്ട്, വസ്ത്രത്തിൻ്റെ കളറിലുള്ള മോതിരമുണ്ട്, ഇനി വസ്ത്രത്തിൻ്റെ കളറിലുള്ള ചെരുപ്പ് വരെ ഇപ്പോൾ ആയിട്ടുണ്ട്. അതുവരെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് ആൾക്കാർ, അങ്ങനെ വരെയുണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പം ഇതില്ലാത്തവർക്കൂടെ അവകാശപ്പെട്ടതാണ് പലതും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവരുത്. നമ്മളെ ദൈവം എത്ര വളർത്തിയാലും എത്രയേറെ ഉന്നതങ്ങളിൽ നമ്മൾ ചെന്നാലും നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കോർണർ, ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു പാർട്ടിൽ പാവങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ പാവങ്ങളെ ഹൃദയത്തിൻ്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരാളെ ദൈവം മാനിക്കും. ദൈവം അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കും. അവൻ വഴിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കും. കാരണം അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ കുറവാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കാത്തത്. അതുകൊണ്ട് എല്ലാവരെയും ഓടി നടന്ന് ഈ ലോകത്തെ സഹായിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡുള്ളപ്പോൾ നമുക്കൊരു ചെറു വിരൽ അനക്കുവാനായിട്ട് സാധിക്കും മനുഷ്യന് വേണ്ടിയിട്ട്. അത് നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുമ്പോഴാണ് സമ്പത്ത് നമുക്ക് വീണ്ടും പാപമാകുന്നത്. മൂന്നാമത്തെ ധനികൻ നമ്മൾ ഇന്നലെ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ സക്കേവൂസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ സക്കേവൂസിൻ്റെ വീട്ടിൽ 2 കൂട്ടരെ പ്രവേശിക്കുള്ളായിരുന്നു. ഒന്ന്, സക്കേവൂസ് ചുങ്കക്കാരനാണ്. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ഇപ്പം മനസ്സിലാകാൻ ഒരു പേര് പറഞ്ഞാൽ മതി സക്കേവൂസിനെ. നമ്മളിപ്പോൾ ഈ GST ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, സക്കേവൂസ് പണ്ടത്തെ GST-കാരനാണ്. അവനാണ് ഇത് മുഴുവൻ നിശ്ചയിക്കുന്നത്. എന്ത് പിരിക്കണം, എങ്ങനെ പിരിക്കണം എന്നൊക്കെയുള്ളത്. ഭയങ്കര കള്ളത്തരങ്ങൾ കാണിച്ചിരുന്നു അയാൾ. എന്താണ് അയാൾ കാണിച്ചിരുന്നത്? അയാൾ പറയുന്നതായിരുന്നു നികുതി. റോമ സാമ്രാജ്യത്തിന് വേണ്ടി ഈ സ്ഥലത്തെ നികുതി മുഴുവൻ പിരിച്ചു കൊടുക്കുന്ന അയാളാണ്. അയാളുടെ കീഴിൽ കുറേ ജോലിക്കാരുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞോട്ട് ഈ കടയിൽ നിന്ന് ഇത്ര രൂപ മേടിച്ചോണം, ഇല്ലെങ്കിൽ അവൻ്റെ കട പൂട്ടിക്കും. അതാണ് സക്കേവൂസ്. അപ്പോൾ സക്കേവൂസിൻ്റെ ജോലിക്കാരിൽ പെട്ടതായിരുന്നു ഒരുപക്ഷെ കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന മത്തായി. ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്നയാളായിരുന്നു മത്തായി. കർത്താവ് വന്ന് അവനെ വിളിച്ചോണ്ട് പോയി. നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ മത്തായി വളരെ പ്രിയപ്പെട്ട തൻ്റെ ശിഷ്യനെ കർത്താവ് ഇങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ഈ സക്കേവൂസിന് വാസ്തവത്തിൽ ഒരാഗ്രഹം ഉണ്ടായി കാണാൻ സാധ്യതയുള്ളൂ. ഇതാരാണെന്നൊന്ന് കാണണമല്ലോ ഇവൻ. എല്ലാവരും ഇവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ദേ മത്തായിയെ കൊണ്ട് ഇവൻ പോയി, എന്നാൽ പിന്നെ ഇവൻ ആരാണെന്ന് അറിയണമല്ലോ. അങ്ങനെയാണ് ഇവൻ കയറി പാത്തിരുന്നത്, ഇലകൾക്കിടയിൽ കയറി ഒളിച്ചിരുന്നത്. ഇവനെ അങ്ങനെ കൈ കിട്ടിയ ആൾക്കാർ തോർത്ത് പിഴിയുന്ന പോലെ പിഴിഞ്ഞു കളയും. കാരണം ആൾക്കാർക്ക് ഇവനെ കണ്ണെടുത്താൽ ഇഷ്ടമില്ല. കാരണം മനുഷ്യനെ നശിപ്പിക്കുന്നവനാണ് ഈ മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കുള്ളനായിരുന്ന മനുഷ്യൻ, പൊക്കം കുറഞ്ഞ മനുഷ്യന് ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി മുമ്പിൽ ചെന്ന് നിന്ന് ഈശോ ആരാണെന്ന് കാണാമായിരുന്നു. പക്ഷെ അങ്ങനെ പോയി കണ്ടാൽ അവൻ വിവരം അറിയും. ആൾക്കാർ അവനെ നല്ലപോലെ വല്ലതൊക്കെ ചെയ്യും. പോകുന്ന വഴിക്ക് ഇടി കൊടുക്കും ആൾക്കാർ. അത് പേടിച്ച സക്കേവൂസാണ് ഈ മരത്തെ കയറിയിരുന്ന് ഈശോയെ കാണാൻ നോക്കുന്നത്. അങ്ങനെ കയറിയിരുന്നപ്പോഴാണ് സൂക്ഷ്മ ഈ മരച്ചോട്ടിൽ വന്ന് നിന്നിട്ട് ഈശോ പറയുന്നത്, മോനെ നീങ്ങ് താഴെ ഇറങ്ങി വാ, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കണം. മോനെ നീങ്ങ് താഴെ ഇറങ്ങി വരാൻ. സക്കേവൂസെ നീ താഴെ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പം ഞെട്ടിയത് സക്കേവൂസാണ്. കാരണം അവൻ്റെ പേരെങ്ങനെ ഈശോ പഠിച്ചു? ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ സ്ഥലത്തെത്തിയപ്പോൾ നേരെ അങ്ങോട്ട് നോക്കിയിട്ട് ടപ്പൊന്ന് താഴോട്ട് ഇറങ്ങി വരാൻ വിളിക്കണം. അവൻ്റെ പേര് എങ്ങനെ ഈശോ അറിഞ്ഞു? അത് അവനറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, നിന്റെ വീട്ടിലോട്ട് ഞാൻ വരാമാണ്. സക്കേവൂസിൻ്റെ വീട്ടിൽ ആകെ കയറുന്ന 2 കൂട്ടരാരൊക്കെയാണ്? പൈസ കടം ചോദിക്കുന്നവർ, 2 പൈസ കൊടുത്ത് വീട്ടാനില്ല, ഇച്ചിരി കൂടെ അവധി തരണമെന്ന് പറയുന്നവർ. ഈ 2 കൂട്ടരേ ആ വീട്ടിൽ കയറുള്ളൂ. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ കണ്ണുനീര് വീഴുന്ന വീടാണ് സക്കേവൂസിൻ്റെ വീട്. ആ പടിവാതുക്കലെല്ലാം കണ്ണുനീരാണ്. അപ്പോൾ അങ്ങനെ ഈ 2 കൂട്ടർ മാത്രം കയറുന്ന വീട്ടിലോട്ടാണ് ഈശോ പറയുന്നത്,
ഞാൻ അങ്ങോട്ട് വരിക, നിന്റെ വീട്ടിലോട്ട് താമസിക്കാനായിട്ട് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ സക്കേവൂസ് ഞെട്ടി. അപ്പോൾ ഈ ആദ്യത്തെ വാക്ക് സക്കേവൂസെ താഴോട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ സക്കേവൂസ് ഞെട്ടുന്നു. നിന്റെ വീട്ടിൽ ഞാനിന്ന് താമസിക്കാൻ പോവാന്ന് പറയുമ്പോൾ കൂടെ നടക്കുന്ന ജനമെല്ലാം ഞെട്ടി. ഇവൻ ആരുടെ വീട്ടിലോട്ടായി പോകാൻ പോകുന്നത്? മനുഷ്യന് കാശിന്റെ വില തരാത്ത ഈ സക്കേവൂസിന്റെ വീട്ടിൽ പോയി ഇവൻ താമസിക്കുന്നു. ഇവൻ പ്രവാചകനാണോ? ഇവൻ ദൈവോത്തരനാണോ? ഇവൻ നീതിമാനാണോ? ഇത്ര കൊള്ള ചെയ്യുന്ന മനുഷ്യന്റെ വീട്ടിൽ ഇവൻ എങ്ങനെ പോയി താമസിക്കും? ഇതാണ് ചോദ്യം. പക്ഷേ ഈശോ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വരികയാണ്. ആ നിമിഷത്തിൽ സക്കേവൂസ് പറയാണ്, കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തു കാണാം. ഞാൻ ആരുടെയെങ്കിലും വക കൊടുത്തിട്ടുണ്ടെന്ന് അവനറിയാം. അത് 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാം. അപ്പം ഈശോ പറയാണ്, ഇന്ന് ഈ വീടിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇന്ന് ഈ വീടിന് രക്ഷ കൈവന്നിരിക്കുന്നു. വീടിന് രക്ഷ കൈവരാനുള്ള ഒരു മാർഗം എന്താണ്? നിനക്ക് ദൈവം തന്നിരിക്കുന്നതിൽ നിന്ന് നിനക്ക് സാധിക്കുന്നത് പങ്കുവെക്കണം. ആർക്ക്? പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, ആവശ്യക്കാരന് പങ്കുവെക്കണം. ആവശ്യക്കാരന് പങ്കുവെക്കണം. 2, വഞ്ചിച്ചെടുത്തിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. വഞ്ചിച്ചെടുത്തിട്ടുള്ള, ഇനി പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, വഞ്ചിച്ചെടുത്തിട്ടുള്ള ഒരു മാർക്ക് പോലും നമുക്ക് വേണ്ട. കോപ്പി അടിച്ച് കിട്ടുന്നത് അത് നമ്മുടെ മാർക്കല്ല. കണക്കിന് നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നീ പറയാണ്, അച്ഛാ എനിക്ക് കണക്കിന് 10 മാർക്കേ ഉള്ളൂ അച്ഛാ, തോറ്റുപോയി ഞാൻ എന്ന് തന്നെ പറയാണ്. നീ കോപ്പി അടിച്ച് നിനക്ക് 20 മാർക്ക് കിട്ടി. നീ പറയാണ്, എനിക്ക് കണക്കിന് 20 മാർക്ക് ഞാൻ ജയിച്ചു എന്ന് പറയാണ്. പക്ഷേ നിനക്ക് കിട്ടിയ 10 മാർക്ക്, ബാക്കി 10 മാർക്ക് നിൻ്റെതല്ല. അത് നീ കോപ്പി അടിച്ചതാണ്. അത് കർത്താവ് ഇഷ്ടപ്പെടാത്ത മാർക്കാണ് കോപ്പി അടിച്ച മാർക്ക് എന്ന് പറയുന്നത്. കോപ്പി അടിച്ച മാർക്ക് കർത്താവ് ഇഷ്ടപ്പെടാത്തതെന്ന് പറയുന്ന പോലെ തന്നെയാണ് വഞ്ചിച്ച് നീ എടുത്തിട്ടുള്ള നയാ പൈസ കർത്താവ് ഇഷ്ടപ്പെടാത്തതാണ്. അതാണ് ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചത്, കണ്ണീരിൻ്റെ പ്രളയമുള്ള പേഴ്സ് എന്നൊക്കെ സൂചിപ്പിച്ചത്. കാരണം നമുക്ക് അവകാശപ്പെട്ടതല്ലത്. ഇവിടെയൊക്കെയാണ് സമ്പത്ത് പ്രശ്നമാകുന്നത്. അല്ലാത്ത സമ്പത്തൊന്നും പ്രശ്നമല്ല. നീ അധ്വാനിച്ചത്, നീ ശരിയാക്കിയെടുത്തത്, അതിൽ നിനക്ക് നീ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നിനക്ക് സന്തോഷമുള്ളത്, ഇതൊന്നും നിനക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സമ്പത്തല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഈ 2ാമത്തെ ദിവസത്തെ ടോക്കിൻ്റെ ആ സമാപനത്തിലേക്ക് വന്നു. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കുടുംബത്തിലെ ബന്ധങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസം കൂടുതലായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെയൊക്കെ ഈശോ വിളിക്കുന്നൊരു രംഗമുണ്ട്. ഗലീലിയ കടൽ തീരത്ത് വന്ന് ഇവർ വള്ളത്തിൽ നിന്നിറങ്ങി ഈ വലയൊക്കെ കഴുകിയിരിക്കുന്ന സമയത്താണ് ഈശോ അങ്ങോട്ട് ചെന്നിട്ട് ഈ വള്ളത്തിൽ കയറുന്നത്. ഈ വള്ളത്തിൽ കയറി കഴിയുമ്പോൾ ഈശോ ഇവരോട് പറയുകയാണ്, കരയിൽ നിന്ന് വള്ളം അല്പം അകലേക്ക് നീക്കിയിടും. സത്യത്തിൽ പത്രോസിനൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് അത് കഴിഞ്ഞ് മീനൊന്നും കിട്ടാതെ ഇവിടെ വന്നിട്ട് ഇറങ്ങി വീട്ടിൽ പോകാൻ നേരം ഒരാൾ വന്ന് വള്ളത്തെ കയറിയിട്ട് പറയണം അത് അങ്ങോട്ട് നീക്കിയിടാൻ. അവരങ്ങോട്ട് നീക്കിയിട്ടു. ചില നേരം അതേ ഇരുന്ന് പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞു. അതേ ഇരുന്നു ഈശോ ജനങ്ങളെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, അങ്ങോട്ട് നീക്കിയിട്ട് ആഴത്തിൽ വലയിട്ടോളാൻ പറഞ്ഞു. ചിലവൺ അങ്ങോട്ട് നീക്കിയിട്ട് ആഴത്തിലോട്ട് വലയിടാൻ പറഞ്ഞു. പത്രോസ് വളരെ എളിമയോടുകൂടെ, പത്രോസിന് ഭയങ്കര അരിശമുള്ള മനുഷ്യനാണ്, എപ്പോഴും വളരെ സ്പോണ്ടേനിയസ് റിയാക്ഷനുള്ള ആളാണ്. പക്ഷേ ഇവിടെ വളരെ പക്വതയോടുകൂടെ പത്രോസ് പറഞ്ഞു, അതെ രാത്രി മുഴുവൻ ഞങ്ങൾ വീശിയതാ, ഒന്നും കിട്ടിയില്ല. പക്ഷെ പിന്നീട് ഒരു വാക്ക് പത്രോസ് പറഞ്ഞു, എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം തുടങ്ങിയിട്ട് എത്ര നാളായി? 4 വർഷവും 5 വർഷവും 8 വർഷവും 16 വർഷവും 23 വർഷവും 42 വർഷവും ഒക്കെ ആയിട്ടുള്ളവർ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
നിങ്ങളുടെ ജീവിത വഞ്ചിയിൽ കയറി ഈശോ ഇരുന്നില്ലേ? ഇരുന്നു. അന്ന് ഓർക്കുന്നില്ലേ, ഇവിടെ ഈ ബലിപീഠത്തിൽ അല്ലെങ്കിൽ ബേമായിൽ നിങ്ങൾ വന്ന് നിന്നപ്പോൾ ഈ തൊട്ട് മുമ്പിൽ ഒരു പീഠമൊക്കെ ഇട്ടിട്ട് നിങ്ങളെ രണ്ടുപേരോട് ഇവിടെ നിർത്തിയിട്ട് വിശുദ്ധ ഗ്രന്ഥമെടുത്ത് അവിടെ വെച്ചിട്ട് വൈദികൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും കൈ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വെക്കാൻ പറഞ്ഞു. രണ്ടുപേരും കൈ അവിടെ വെച്ചിട്ട് വൈദികൻ ചെലുത്തുന്നു, ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടുകൂടെ മരണം വരെ ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു. ആരുടെ അടുത്ത് പ്രതിജ്ഞയെടുത്തു? ഈശോയുടെ അടുത്ത്. ഈശോയിലാണ് പ്രതിജ്ഞയെടുത്തത്. ഈശോയിലാണ് നിങ്ങൾ വിവാഹിതരായത്. ഈശോയിലാണ് നിങ്ങൾ ഒന്നായി തീർന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കൈ പിടിച്ച് കൊണ്ട് നടക്കുന്നത് ഈശോയാണ്. ആ ഈശോയിൽ നിങ്ങൾ ഒന്നായി തീർന്നു. ആ ഈശോയിൽ നിങ്ങൾ ഒന്നായി തീർന്ന് പ്രതിജ്ഞയെടുക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, കർത്താവ് നിങ്ങളുടെ ജീവിത വഞ്ചിയിൽ കയറിയിട്ട് ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ, 8 വർഷം കഴിഞ്ഞപ്പോൾ, 10 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് നിങ്ങളോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം ഒന്ന് നീക്കിയിടൂ എന്ന് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്തോരം വള്ളം നീക്കി? ഭർത്താവും ഭാര്യയും കൂടെ ചേർന്ന് എന്തോരം ഈ വള്ളം അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. എന്തോരം ഈ വള്ളം നീക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മറുപടി, വള്ളം നീക്കിയിട്ടുണ്ടോന്ന് അറിയാനായിട്ടൊരു മറുപടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കുറഞ്ഞോ? നിങ്ങൾ തമ്മിൽ മിണ്ടുന്നത് കുറഞ്ഞു പോയോ? നിങ്ങൾ തമ്മിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാറില്ലേ? നിങ്ങൾ തമ്മിൽ ഒരു കിടക്കയിൽ കിടക്കുമ്പോൾ ഒരാൾ ഒരറ്റത്തും മറ്റേയാൾ മറ്റേ അറ്റത്തും നടുക്കൊന്നുമില്ലാത്ത സ്പേസും നോമാൻസ് ലാൻഡുമായിട്ടാണോ കിടക്കുന്നത്? മനുഷ്യരുടെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തവരായി നിങ്ങൾ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വള്ളം ഇപ്പോഴും കരയോട് ചേർന്ന് കുറ്റിയടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ വള്ളം നീക്കിയിട്ടില്ല. ഈശോദേക്കറിൽ നിങ്ങൾ പറഞ്ഞു വള്ളം അങ്ങോട്ട് നീക്കാൻ പറഞ്ഞു, നിങ്ങൾ നീക്കിയിട്ടില്ല വള്ളം. വള്ളം നീക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടും കൊടുത്തും പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം ക്ഷമിച്ചും പരസ്പരം അംഗീകരിച്ചും പരസ്പരം സഹിച്ചും ഒക്കെ ചെയ്യുന്ന ഒരു യാത്രയാണത്. വീണ്ടും മനസ്സിലാക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, വള്ളം ആഴത്തിലേക്ക് നീക്കിയിട്ട് വല എറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ മാരിറ്റൽ ലൈഫിൽ നിങ്ങൾ നടത്തിയ അത്ഭുതകരമായ മീൻപിടുത്തം ഏതാണ്? നിങ്ങളുടെ മാരിറ്റൽ ലൈഫിൽ നിങ്ങൾ നടത്തിയ അത്ഭുതകരമായ മീൻപിടുത്തം ഏതാണ്? ഈശോ പറഞ്ഞതനുസരിച്ച് വീശിയിട്ട് വല നിറയെ മീനുമായിട്ട് നിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടോ? വല നിറയെ മീനുമായിട്ട് നിൽക്കുന്നൊരു സന്തോഷം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഈ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹിച്ചുവെന്ന് രണ്ടുപേരും ചേർന്ന് കൈ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുന്ന, തോളോട് തോൾ ചേർന്നിരുന്ന് കുരിശു വരയ്ക്കുന്ന, പരസ്പരം നെറ്റിയിൽ കുരിശു വരച്ചു കൊടുത്ത് ഉറക്കാൻ വിടുന്ന, എഴുന്നേൽക്കുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന നന്ദി നിറഞ്ഞ ഒരു ജീവിതം, ഒരുപാട് മത്സ്യങ്ങളെ വലയിൽ കിട്ടിയ ഒരു ജീവിതം. അത്തരൊരു സന്തോഷത്തിലേക്ക് നിങ്ങളുടെ മാരിറ്റൽ ലൈഫ് കടന്നു വന്നിട്ടുണ്ടോ? അത്തരൊരു സന്തോഷത്തിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നും ഞാൻ ഓർമ്മിക്കുന്നില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ, പ്രശ്നമായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നറിയാം ഇവർ തമ്മിലുള്ള അകലം. നമ്മുടെ മുമ്പിലിരിക്കുന്ന സെറ്റിയിൽ ഇവരിയ്ക്കുമ്പോൾ ഒരാൾ ഒരറ്റത്തും മറ്റേയാൾ മറ്റേ അറ്റത്തുമാണ്, അത്ര അകലിച്ച് അവർ തമ്മിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മാരിറ്റൽ ലൈഫിൽ 10, 12, 15, 16 വർഷം കഴിയുമ്പോൾ രണ്ടുപേരും രണ്ടറ്റത്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വലയെറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ വലയിൽ മീൻ ഉണ്ടായിട്ടില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാവെന്ന് പറഞ്ഞ പത്രോസിന്റെ എളിമ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് പത്രോസ് ആദ്യം പറഞ്ഞ ഒരു ലോജിക്കുണ്ട്. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ വേണേ പത്രോസ് ഇങ്ങനെ പറയായിരുന്നു, എന്താണെന്നറിയോ? അതുകൊണ്ട് ഇനി ഞങ്ങൾ വീശാൻ പോകുന്നില്ല. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾ വീശാൻ പോകുന്നില്ല എന്ന് വേണേ പറയായിരുന്നു. അങ്ങനെ പറയുന്ന ഒരു ഭർത്താവും അങ്ങനെ പറയുന്ന ഒരു ഭാര്യയും ഉള്ളത് കൊണ്ടാണ് ക്ഷമിക്കാതെ പോകുന്നത്, ടോളറൻസ് ഇല്ലാതെ പോകുന്നത്. അങ്ങനെ ഉള്ള ലോജിക്കിൽ നിൽക്കുന്നവരായതുകൊണ്ടാണ് നിങ്ങളുടെ വലകളിൽ മീൻ കിട്ടാത്തത്. ഈശോ പറയുന്നിടത്ത് വീശണം.
ഈശോ പറയുന്നത് പോലെ ക്ഷമിക്കണം, ഈശോ പറയുന്നത് പോലെ കൈകോർക്കണം, ഈശോ പറയുന്നത് പോലെ മുമ്പോട്ട് നടക്കണം. അത് സാധിക്കാത്തടത്താണ് ഈ മീൻപിടുത്തം ഉണ്ടാകാത്തത്. നമ്മുടെ ചില നിർബന്ധ ബുദ്ധികളും ശാഠ്യങ്ങളും ഒക്കെ എത്ര വലുതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, മിക്കവാറും വീടുകളിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ ആരും പെർഫെക്റ്റ് അല്ല. ഒരു സോറിയൊക്കെ പറഞ്ഞാൽ എന്ത് പെട്ടെന്ന് തീരാവുന്ന പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ പറയത്തില്ല. ഒരു സോറി പറഞ്ഞാൽ എന്ത് പെട്ടെന്ന് തീരാവുന്ന പ്രോബ്ലംസ് ഉണ്ട്, പറയത്തില്ല. ഇപ്പോഴിരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഭർത്താക്കന്മാർ എത്ര പ്രാവശ്യം നിങ്ങളോട് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചെല്ലു പറയും, അങ്ങനെ അത് മാത്രമേ പറയാനുള്ളൂ, അതുകൊണ്ട് അതിനൊരു വിലയില്ല അച്ചായിപ്പോന്ന് പറയും. അല്ല ചെല്ലു പറയും, ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് എന്നോട് ഒറ്റ പ്രാവശ്യം പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം വളരെ പെർഫെക്റ്റാണ്, അത് പറയേണ്ട ആവശ്യമില്ലാത്ത ആളാണ് എന്ന് ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് സർക്കാസ്റ്റിക്കായിട്ടായിരിക്കും പറയുന്നത് ചിലപ്പോൾ. അല്ലെ ഭാര്യമാർ എത്ര പ്രാവശ്യം സോറി പറഞ്ഞെന്ന് ചോദിച്ചാൽ ചില ഭർത്താക്കൻ പറയുക, അത് കണ്ടിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, അത് കേട്ടിട്ട് മരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം പറയത്തില്ല ആ സാധനം എന്ന് ചിലപ്പോൾ പറയുന്നവരുണ്ടാവും. ഞാൻ ചെറിയ 2 ഇൻസ്റ്റൻസുകൾ നിങ്ങൾ പറയാം, ചുമ്മാ ചെറിയ 2 കാര്യങ്ങൾ. അതായത് നമ്മുടെ സ്വഭാവങ്ങളുടെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങേപ്പുറത്തെ വീട്ടിലെ സ്ത്രീ എന്നാ സ്ത്രീ, അവർക്ക് അലക്കാനൊന്നും അറിയത്തില്ല, ഈ വാഷിംഗ് മെഷീനൊക്കെ ഇട്ട് അലക്കിയിട്ട് നോക്കിയേ, അവരലക്കിയിരിക്കുന്ന ഒരൊറ്റ സാധനം വെളുക്കുന്നില്ല. നമുക്ക് വല്ല കാര്യമുള്ള കാര്യമാണോ? അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ അലക്കിയിടുന്ന തുണി വെളുത്തോ ഇല്ലയോ എന്ന് നോക്കേണ്ട ഒരു കാര്യവും ഒരു ചുമതലയും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാലും ഒരു സന്തോഷം അത് പറയുമ്പോൾ. അത് ആരോടാ പറഞ്ഞ്? ഭർത്താവിനോട് വിളിച്ചു, അതുകൊണ്ടല്ലോ നിങ്ങൾ നോക്കി അങ്ങോട്ട് നോക്കി, അലക്കിയിട്ട് വെളുത്തിട്ടില്ല, അവർക്ക് അലക്കാൻ അറിയത്തില്ല. എന്നിട്ട് അതിനെ പറയും, ഞാൻ അലക്കിയിരിക്കുന്ന ഉടുപ്പൊക്കെ നോക്കിയേ എന്ത് നല്ല വെളുത്തായിരിക്കുന്നെല്ലാം, അങ്ങനെ പറയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഭർത്താവ് ഇത് കേട്ടു. ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും, ഇവരെപ്പോഴും അലക്കി അവിടെ തുണിയിടുന്നോ അപ്പം പറയും, വെളുത്തിട്ടില്ല നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് 2-3 പ്രാവശ്യമൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം രാവിലെ ഈ ഭാര്യ വന്ന് നോക്കിയപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തുണിയൊക്കെ അലക്കിയിട്ടുണ്ട്, എല്ലാം നല്ലപോലെ വെളുത്തിരിക്കുന്നു. അപ്പം ഈ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ചേട്ടത്തി പറഞ്ഞു, അവരെവിടുന്നോ അലക്കാൻ പഠിച്ചു കേട്ടോ, ഇന്ന് നോക്കിയാൽ എല്ലാം വെളുത്തിരിക്കുന്നെന്ന് പറഞ്ഞു. ഭർത്താവ് വളരെ നിസ്സംഗനായിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞ്, അത് തുണി നേരത്തെയും വെളുത്തായിരുന്നു, നമ്മുടെ ജനൽ മുഴുവനും അഴുക്കായിരുന്നു, ഞാനെന്നത് തുടച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ജനൽ മുഴുവനും അഴുക്കായിരുന്നു, ഞാനെന്നത് തുടച്ചു, അപ്പോഴാണ് അത് വെളുത്തായിട്ട് ഈ ആൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ ഈ തുടയ്ക്കാത്ത ജനലിലൂടെയാണ് നോക്കുന്നത് പല കാര്യങ്ങളും. നമ്മുടെ മനസ്സിൻ്റെ ജാലകങ്ങൾ തുടയ്ക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് എത്തി നോക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന ചെളി കൊണ്ട് നമ്മൾ അവരായിരിക്കുന്ന പോലൊന്നും അവരെ കാണത്തില്ല. നമ്മുടെ ചില വിധികൾ അങ്ങ് പറയുകയാണ്. അപ്പം നമ്മളാണ് ചില വിധികൾ അങ്ങോട്ട് നിശ്ചയിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് മാറ്റാൻ സമയമായി എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ വേറൊരു ചെറിയ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. സപ്പോസ് നിങ്ങളുടെ വീട് മോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തറയൊക്കെ തുടയ്ക്കുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ ആഘോഷമായിട്ട് മോപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുക്കർ വിസിലടിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? സാധനമൊക്കെ അവിടെ ഇട്ടിട്ട് ബക്കറ്റും വെള്ളവും മോപ്പിങ്ങിൻ്റെ ആ സാധനമൊക്കെ അവിടെ ഇട്ടിട്ട് നിങ്ങൾ ടപ്പയെന്ന് ഓടി കിച്ചണിലേക്ക് വന്നു നോക്കുകയാണ് എങ്ങനെയാണ് കുക്കറിൽ വിസിലടിച്ചല്ലോ, ഓടി ഇവിടെ വന്നു. അപ്പോഴാണ് ഈ പുള്ളിക്കാരൻ അപ്പുറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി അവിടെ നിന്ന് അകത്തോട്ട് കയറി വരികയാണ്. ഇപ്പം നമ്മളിവിടെ തുടച്ചു ഈ വാതിൽ വരെ വന്നിട്ട് ഈ സാധനവും ബക്കറ്റും വെള്ളവും എല്ലാം കൂടി ഈ വാതിൽക്കെ വെച്ചേക്കാണ്. മുറി ഇങ്ങനെ അടച്ച് നമ്മളിവിടെ വെച്ചേക്കായിരുന്നു. പുള്ളി വലിയ ആഘോഷമായിട്ട് പാട്ടൊക്കെ പാടി മൂളിയും കൊണ്ട് വന്നിട്ട് ഒരൊറ്റ തള്ളു വാതിലിനിട്ട്. എന്നാ സംഭവിച്ചു? ഈ വെള്ളം ഈ മോപ്പ് ചെയ്ത സ്ഥലത്ത് മൊത്തം ഈ ബക്കറ്റും വെള്ളവും കൂടെ കമന്ന് കിടക്കുന്നു. ഇവിടെ മുഴുവൻ വെള്ളമായി. നിങ്ങൾ അടുക്കളയിൽ നിന്ന് ഓടി തിരിച്ചിവിടെ വരുമ്പം കാണുന്ന കാഴ്ച ഈ മുറി മുഴുവൻ വെള്ളമാണ്. എന്തു പറയും? എന്ത് പറയുമായിരിക്കും? അങ്ങനെയാണ് നിങ്ങളുടെ അമ്മ കണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ എന്നായിരിക്കും പറയാൻ പോകുന്നത്? ഭയങ്കര സന്തോഷമായിരിക്കില്ല അമ്മയ്ക്ക്, അല്ലേടാ? അങ്ങനെ കാണും, വെള്ളമെല്ലാം മുറി വീണ് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? പിള്ളേരോട് ചോദിച്ചാൽ അവരുള്ള സത്യമൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഉച്ചത്തിൽ. അപ്പം അങ്ങനെ കിടക്കുകയാണ്. എന്ത് പറയും എന്നുള്ളതാണ്. ഇത് മിക്കവാറും ഇത്രയും സംഭവിച്ചാൽ മതി. ഇത് മിക്കവാറും ഒരു വലിയ പ്രശ്നമാകും വീട്ടിൽ. ഇത്രയും സംഭവിച്ചാൽ ഈ സംഭവം വളരെ എളുപ്പം സോൾവ് ചെയ്യപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഇത് എളുപ്പം സോൾവ് ചെയ്യപ്പെടാൻ ഒറ്റൊരു വഴിയേ ഉള്ളൂ. എന്താണെന്നറിയോ? ഭാര്യ
ഭർത്താവിനോട് പറഞ്ഞു, അയ്യോ സോറി, ഞാൻ കൊണ്ട് ആ ബക്കറ്റ് അവിടെ കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നു. അത് അവിടെ കൊണ്ടുവച്ചാണല്ലോ എന്നെ കുഴപ്പമായത്. എക്സ്ട്രീംലി സോറി. ഭർത്താവ് പറയാണ്, അയ്യോ സോറി പറയേണ്ടത് ഞാൻ ഈ വാതിൽ തള്ളി തുറന്ന് അങ്ങനെ കയറാൻ പാടില്ലായിരുന്നു. ഈ മയത്തിൽ ഞാൻ വാതിൽ തുറന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. 2 സോറിയിൽ തീരുന്ന വിഷയമേ ഉള്ളത്. ചിലപ്പോൾ ഈ ഒരൊറ്റ കാര്യം മതി 1.5 ആഴ്ച പിണങ്ങിയിരിക്കാനായിട്ട്. ഒരൊറ്റ കാര്യം മതി. പിന്നെ 1.5 ആഴ്ചത്തേക്ക് ലൈഫില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഒരു വിവാഹ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് എത്ര നാൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കറിയത്തില്ല. കൂടുതൽ നാൾ അടിവെച്ച് ജീവിച്ചാൽ എങ്ങനെ ജീവിതം അത്? കൂടുതൽ നാൾ അടിവെച്ച് ജീവിച്ചാൽ. അപ്പം ഇത്രയും ഒരു കാര്യം, ഇത്രയും ഒരു തയ്യാറെടുപ്പ്, ഇത്രയും ഒരു സന്നദ്ധത ഉണ്ടായാൽ മതി ജീവിതത്തെ മനോഹരമാക്കാനായിട്ട്. പക്ഷെ അതിന് നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നില്ല. ഞാൻ നിങ്ങളോട് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 32 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഈശോ അവസാന വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാന വിധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എനിക്ക് അവൻ രാജാവ് തൻ്റെ വലത്തും ഇടത്തും ആൾക്കാരെ നിർത്തും, വലത്തും ഇടത്തും ആൾക്കാരെ നിർത്തിയിട്ട് രാജാവ് ഇപ്രകാരം പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ. എന്നിട്ട് പറയാണ് രാജാവ്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് ആശ്വസിപ്പിച്ചു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്തത്. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്തത്. ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം. ഈശോ പറഞ്ഞ വാക്കുകളത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു വാക്കുകളും നമ്മുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ഇന്ന് ഈ ലൂർദ് മാതായി നിൽക്കുന്ന അവസരത്തിലെ വളരെ മനോഹരമായൊരു ഒരു സംഭവത്തിന് സാക്ഷിയായി. വളരെ മനോഹരമായ, എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് സ്പർശിച്ച ഒരു സംഭവത്തിന് ഞാൻ സാക്ഷിയായി. അതായത് ഈ ലൂർദ് മാതാ കെയറിൽ നേരത്തെ ഈ രോഗം ഇങ്ങനെ ക്യാൻസറായിട്ട് വന്ന 2 പേര്, അവർ വീണ്ടും റെപ്പറ്റീഷൻ അവരുടെ കീമോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒരാൾക്ക് ലൂർദ് മാതാ കെയറിൽ നിൽക്കാൻ പറ്റും. പക്ഷേ ഇവരിവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഇവരെ കാണാൻ വേണ്ടി വന്നു. അവർ കാണാൻ വന്ന സ്ത്രീക്കൊരു കഷ്ടി ഒരു 25-30 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചതാണ്, ഭർത്താവുണ്ട് കൂടെ. വേറൊരാൾ ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചിയുടെ മകൾക്ക് ഒരു 10-35 വയസ്സ് പ്രായം കാണും. അമ്മച്ചിക്ക് ഒരു 10-60 വയസ്സെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണും. അപ്പോൾ ഇവർ 2 പേരും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടിയവരാണ്. അപ്പോൾ ഇത്തവണ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ വന്നു ഈ അമ്മച്ചിയെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചോറുണ്ടിട്ട് ഇറങ്ങി വരികയായിരുന്നു. അവരൊക്കെ ചോറുണ്ടിട്ട് ഇറങ്ങി. അപ്പോൾ ഇവരിങ്ങനെ പുറത്ത് വന്നത് ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ ഇതിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരവിടെ ചെന്നു, അവരവിടെ ചെന്നു. അപ്പോൾ ഈ വർത്തമാനം പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ വന്ന ഇപ്പം കീമോ എടുത്ത പെൺകുട്ടിയുടെ മുടി മുഴുവൻ കളഞ്ഞ് ഇങ്ങനെ ഒരു തുണി കൊണ്ട് ചുമ്മാ സ്കാർഫ് ചുറ്റിയിട്ടേ ഉള്ളൂ. മറ്റേ അമ്മച്ചിക്ക് മുടിയൊക്കെ ഉണ്ട്, അവർക്ക് കീമോ ഇത് നടക്കാൻ പോകുന്നേ ഉള്ളൂ, 2ാമത്തെ സെഷൻ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടി, 10-25 വയസ്സുള്ള പെൺകുട്ടി ഈ 60 വയസ്സുള്ള അമ്മച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ പോവാണ്. കെട്ടി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറയാണ്, വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ, 30 എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് തീരും പറയുന്നു. 30 എന്ന് പറഞ്ഞാൽ 30 കീമോയാണ്. 30 കീമോ പറയാണ്. 30 എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് തീരും. നമ്മളിങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊക്കോളും കേട്ടോ, വിഷമിക്കൊന്നും ചെയ്യരുത്, പ്രയാസപ്പെടുകയൊന്നും ചെയ്യരുത്, സങ്കടപ്പെടുന്നു. ആരെ ആശ്വസിപ്പിക്കുന്നത്? ഒരു ക്യാൻസർ പേഷ്യൻ്റ്. ആരെ ആശ്വസിപ്പിക്കുന്നത്? വേറൊരു ക്യാൻസർ പേഷ്യൻ്റ്. അത് 30 വയസ്സുള്ള 10-25 വയസ്സുള്ള പെൺകുട്ടി 10-65 വയസ്സുള്ള ഒരു അമ്മച്ചീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പറയുന്നത് അവരാരുമല്ല, ഈ ആളുടെ ആരുമല്ല ചേച്ചി, ഈ ചെറിയവരിൽ
ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം, ഇന്ന് ആ 25 വയസ്സുകാരുടെ ജീവിതത്തിൽ ഈശോ എങ്ങനെ വിരുന്നൊരുക്കി കൊടുക്കും അവൾക്ക്. എന്തൊരു സന്തോഷമായിരിക്കും അവളുടെ ജീവിതത്തിൽ, എന്തൊരു സന്തോഷം. ഈ 65 വയസ്സുകാരി അവിടെ വന്നിട്ട് ഈ ഉമ്മയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഈ 65 വയസ്സുകാരി ചോദിക്കുക, പൈസയൊക്കെ ഉണ്ടോ, ഞാൻ എന്തെങ്കിലും തരട്ടെ നിങ്ങൾക്ക് ഇച്ചിരല്ലോ. അപ്പോൾ ഈ 25 വയസ്സുകാർ, അയ്യോ വേണ്ട വേണ്ട, ഒരു പൈസയും വേണ്ട കേട്ടോ, ഒരു പൈസയും വേണ്ട, ഇനിയും പറ്റുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പേ വന്ന് ഒന്നുകൂടെ കണ്ടോളാം. എന്ത് പാവപ്പെട്ട മനുഷ്യരാണ്, എന്ത് പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ ഉൾത്തലത്തിൽ നിന്ന് വന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളാം. ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ ഡയറിയിൽ ഇതുപോലെ 2 സംഭവങ്ങൾ എഴുതാൻ കാണുമോ നമുക്ക്? ഒരു രോഗിയെ ആശ്വസിപ്പിച്ചതിൻ്റെ, ഒരു പ്രാരാബ്ധക്കാരൻ്റെ കുരിശ് ചുമന്നു കൊടുത്തതിൻ്റെ, വഴിയറിയാതെ നിന്നൊരു മനുഷ്യനെ കൃത്യം വഴിക്ക് കൊണ്ടുവിട്ടെ. എനിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞു പോയാൽ ബാക്കി ധ്യാനമൊന്നും പറയാൻ പറ്റുകയില്ല. ഞാൻ ഒരിക്കൽ ഒരു എയർപോർട്ടിൽ ചെന്നിറങ്ങി നിന്നു. ഞാൻ ചെല്ലുമെന്ന് എന്നോട് അവർ ചെല്ലാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് ഡേറ്റ് തെറ്റിപ്പോയി, അവർ വന്നില്ല എന്നെ കൊണ്ടുപോകാനായിട്ട്. ഗ്ലാസ്ഗോ എയർപോർട്ടിലാണ് ചെന്നിറങ്ങി നിന്നത്, സ്കോട്ട്ലൻഡിൽ. അവിടെയാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത്. ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ വരുന്നില്ല, രാത്രിയായിപ്പോയി. ഞാനിങ്ങനെ നോക്കിയെന്ന് ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ, എനിക്ക് എവിടെ പോകണം, എനിക്ക് എൻ്റെ കയ്യിൽ ആകെ ഇരിക്കുന്ന ഒരു എഴുത്തിൻ്റെ അകത്ത്, ഇൻവിറ്റേഷൻ കത്തിനകത്തുള്ളത് ഓഫീസിൻ്റെയാണ്, ഓഫീസിൻ്റെ അഡ്രസ്സ്. ഓഫീസ് സൺഡേ ആണ്, വിളിച്ചിട്ട് ഒറ്റ മനുഷ്യനെടുക്കുന്നില്ല. ഞാൻ എങ്ങോട്ട് പോകണം, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നെ കൊണ്ടുപോകാൻ വരുന്ന ആൾ വന്നിട്ടില്ല. അവിടെ റെൻ്റെക്കാറിന് നിൽക്കുക. എനിക്ക് റെൻ്റെക്കാർ എടുത്താൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാം. എനിക്ക് ആകെയുള്ളത് ഈ ഓഫീസിൻ്റെ അഡ്രസ്സ്, അവിടെ ഇല്ല, അത് അടച്ചിട്ടേക്കാണ്. വിളിച്ചിട്ട് ആൻസറിങ് മെഷീനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടുഡേ ഈസ് എ ഹോളിഡേ, യു സേ യുവർ മെസ്സേജ്. അതിൻ്റെ ബാക്കി പിന്നീട് അവർ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ അതിൻ്റെ അത് വേറെ ഒന്നുമില്ല. അവർക്ക് തെറ്റിപ്പോയി. അവരെ അടിച്ചത് മൺഡേ വരെ തന്നെ അടിക്കേണ്ടത് ഒരു സൺഡേ ആയിപ്പോയി അടിച്ചത്. അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. അപ്പം ഇങ്ങനെ ഞാൻ വിഷമിച്ചവിടെ നിന്നു. വിഷമിച്ചവിടെ നിന്നപ്പം ഒരു മനുഷ്യൻ, ഒരച്ഛൻ എന്താ, ഞാൻ കോളറൊക്കെ വെച്ചും ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്നതാണ്, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് കൊണ്ടുപോകാൻ. അപ്പം അച്ഛനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, 1 മിനിറ്റ് എന്നുണ്ട്. അച്ഛൻ പോയി അച്ഛന് ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ കാറുമായിട്ട് വന്നിട്ടെന്ന് പറഞ്ഞു, കയറിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു, എന്നെ കയറ്റി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷുകാരനാണ്. എനിക്ക് ഈ മനുഷ്യനോട് ശരിക്കും നമ്മൾ വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ പ്രൊനൗൺസിയേഷനും അദ്ദേഹത്തിൻ്റെ പ്രൊനൗൺസിയേഷനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ഈ മനുഷ്യനോട് ഇങ്ങനെ പയ്യെ പേരൊക്കെ ചോദിച്ചു. എന്നെ സത്യത്തിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഇവിടെ ഒന്നും ഒരു പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ രാജ്യത്ത് വരിക എന്ന് ഓർക്കണം. ഈ മനുഷ്യൻ എന്നെ കൊണ്ടുപോയി. കുറേയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എവിടം വരെയായി, ഇനി എത്ര സമയമുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെ എനിക്ക് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്നെയും കൊണ്ട് എയർപോർട്ടിൽ നിന്ന് 1.25 മണിക്കൂർ ഓടിച്ച് പുള്ളി ഒരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി വേണ്ട, ഈ കാണുന്ന അവിടേക്ക് ഇറങ്ങിപ്പോക്കോ, ആ കാണുന്നതിൻ്റെ അവിടെയാണ് ഓഫീസ്, അവിടുത്തെ കത്തീഡ്രലാണ് കാണുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന പ്രസ്ബിറ്ററിയാണ്, അവിടെ ചെന്ന് ബെല്ലടിച്ചാൽ മതി. എൻ്റെ പേര് റോബർട്ട് എന്നാണ്. അവിടുത്തെ അച്ഛനോട് പറഞ്ഞ് എന്നെ അറിയാം. എന്നിട്ട് ഈ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഈ അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി. അച്ഛൻ ലണ്ടനിലുള്ള അച്ഛനാണ്. അമ്മ മരിച്ചതിന് അച്ഛൻ വീട്ടിലോട്ട് വന്നതാണ്. ആ എയർപോർട്ടിൽ വെച്ച് ഈ സ്വന്തം അമ്മ മരിച്ചു എന്നറിഞ്ഞ് എയർപോർട്ടിൽ വന്നിറങ്ങിയ മനുഷ്യനാണ് എന്നെയും കൊണ്ടുപോയി എന്നെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കിയിട്ട് വീട്ടിൽ പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് എന്ത് ഭംഗിയായിട്ടാണ് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തതെല്ലാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ റോബർട്ട് അച്ഛനെ മറക്കുമോ? എവിടെല്ലാം ഞാൻ പറഞ്ഞെടുത്ത് ഈ അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെല്ലാം ഞാൻ പറഞ്ഞെടുത്ത് എന്നോട് എന്ത് ബന്ധമാണ് ആ മനുഷ്യനുള്ളത്? ഇതിൻ്റെ പേരെന്നാ? ഇത് തൊട്ടടുത്തുള്ളവനിൽ ദൈവത്തെ കാണുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് സഹോദരങ്ങളെ, ഈ കൈയൊക്കെ വെച്ച് പരസ്പരം പ്രതിജ്ഞയെടുത്ത് ഒരു ബന്ധം സ്ഥാപിച്ച വിവാഹത്തിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കർത്താവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവളെ അത് കണ്ട് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവളോട് അങ്ങനെ വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കാനും വിശ്വസ്തത പുലർത്താനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതാണൊരു വിവാഹത്തിൻ്റെ ഡെപ്ത് എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് നിങ്ങൾ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നത്. ദൈവം തന്ന ബന്ധം. എനിക്ക് ഈ മനുഷ്യനെ തന്നത് ദൈവമാണ്, എനിക്ക് ഇവളെ തന്നത് ദൈവമാണ്. അതിനകത്ത് ഉറച്ചു നിൽക്കുന്നൊരു ബന്ധം എന്ന് പറയുന്നത്.
എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നുവോ? ഇതാണ് ചോദ്യം. വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുക്കുക അതൊരു ന്യായമായ പുണ്യമാണ്. നിങ്ങളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് കഞ്ഞി വെച്ച് ലൂർദ് മാതാ കയറിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്, വിശക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിവിടുത്തെ കുടുംബങ്ങൾ എല്ലാവരും തന്നെ അതിനകത്ത് പങ്കാളികളായിട്ടുണ്ട്. ഇപ്പോഴും പങ്കാളികളാവുന്നുണ്ട് ഒരുപാട് പേര്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. എന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. നമുക്ക് ഈ ഭക്ഷണം കൊണ്ട് മാറാത്ത ചില വിശപ്പുകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഭക്ഷണം കൊണ്ട് മാറാത്ത ചില വിശപ്പുകളുണ്ട്. ഉദാഹരണം, ഞാൻ ആ എയർപോർട്ടിൽ കരഞ്ഞുകൂവി എന്നെ കൊണ്ടുപോകാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എനിക്ക് വന്നൊരു ബർഗർ മേടിച്ചു തന്നാൽ എൻ്റെ പ്രശ്നം മാറുമോ? എൻ്റെ വിശപ്പ് മാറുമോ? ഇല്ല. ഭക്ഷണം കഴിച്ചാൽ മാറാത്ത ചില വിശപ്പുണ്ട് ജീവിതത്തിൽ. അതേത് വിശപ്പാണ്? അതിൽ നമ്പർ 1 വിശപ്പെന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയുള്ള വിശപ്പാണ്. നമ്പർ 1 വിശപ്പ് അതാണ്, ടു ബി ലവ്ഡ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ചെടി വളഞ്ഞു പോകും, വരണ്ടു പോകും എന്ന് പറയുന്നത് പോലെ സ്നേഹിക്കപ്പെടാത്ത ജീവിതങ്ങൾ വളഞ്ഞും പോകും, വരണ്ടും പോകും. അതിൻ്റെ ഷേപ്പ് പോകും, ഡിസ്റ്റോർട്ടഡായി പോകും. നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ ഉയർന്നു പൊങ്ങിയ ആൾക്കാരാണെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. അതാണ് പ്രശ്നം. അവിടെയല്ലേ ഈ ഒറ്റപ്പെടലിൻ്റെ പ്രശ്നം, അവിടെയല്ലേ നിരാശയുടെ പ്രശ്നം, അവിടെയല്ലേ ഡിപ്രഷൻ്റെ പ്രശ്നം, അവിടെയല്ലേ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്ന പ്രശ്നങ്ങളിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൻ്റെ അകത്ത് സ്നേഹിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. അതല്ലാത്ത ഒരാഗ്രഹം കൊണ്ടും കല്യാണം കഴിക്കരുത്. മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് സെക്സിന് വേണ്ടി മാത്രമാണോ? മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് പണത്തിന് വേണ്ടിയാണോ? മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് വിദേശത്ത് പോകാൻ വേണ്ടിയാണോ? മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് കാറും സ്ത്രീധനവും ലഭിക്കാൻ വേണ്ടിയാണോ? മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് കടം വീട്ടാൻ വേണ്ടിയിട്ടാണോ? ഇതൊന്നും കല്യാണം കഴിക്കാനുള്ള മാർഗമല്ല. കല്യാണം കഴിക്കുന്നത് ശുദ്ധമായിട്ട് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കാൻ ഒരു പങ്കാളി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഈ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കൊരാളുടെ വേണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഒരാളുടെ കൈ പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ കൈ പിടിക്കാൻ ആഗ്രഹിക്കുന്ന മുറുക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കണം, ഞാൻ തിരിച്ചു മുറുക്കെ പിടിക്കണം. അങ്ങനെ മുറുക്ക 2 കൈകൾ പിടിച്ചുള്ള ജീവിതം. അത് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. അങ്ങനെ സ്നേഹിക്കപ്പെടാൻ വേണ്ടി കല്യാണം കഴിച്ച് നിങ്ങളിങ്ങോട്ട് വന്നിട്ട് 1 വർഷം ആകുന്നതിന് മുമ്പേ, അല്ലെ 5 മാസം ആകുന്നതിന് മുമ്പേ, അല്ലെ 8 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ പറയാണ്, ഐ തിങ്ക് ദാറ്റ് മൈ ചോയ്സ് ഈസ് റോങ്. എന്നെന്തിനാന്ന് പറയുന്നത്? ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയെന്ന്. ഇതെന്നെ പിള്ളേർ ചുമ്മാ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന പോലെ കളിച്ചതാണോ? എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയെന്ന് പറയാനായിട്ട് നല്ലപോലെ ആലോചിച്ച് നല്ല വിവരത്തിൽ ഉറപ്പിച്ച് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വചനത്തിലേക്ക് കൈതൊട്ട് സാക്ഷിയായിട്ട് പറഞ്ഞിട്ട് എന്തിനാ പറയുന്നത് എൻ്റെ ചോയ്സ് തെറ്റായിപ്പോയെന്ന്? അങ്ങനെ പറയുന്നതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്വഭാവം വ്യത്യാസമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, പരസ്പരം ഡയലോഗിന് തയ്യാറായാൽ, നമ്മളെക്കാൾ അറിവുള്ളവരുടെ അടുത്ത് പോകാൻ തയ്യാറായാൽ, നമ്മളെക്കാൾ അറിവിൽ ജീവിക്കുന്ന ദമ്പതിമാരുടെ അടുത്ത് പോകാൻ തയ്യാറായാൽ ഒക്കെ ശരിയാക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് ശരിയാകാത്ത എപ്പോഴാണ്? നമ്മുടെ ഈഗോയിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറാത്തപ്പോഴാണ്. വീണ്ടും ഞാൻ സ്നേഹിക്കപ്പെടുന്നതിലേക്ക് വരികയാണ്. അപ്പം സ്നേഹിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നില്ല. ആരാണ് ആഗ്രഹിക്കാത്തത് സ്നേഹിക്കപ്പെടണമെന്ന്? ആരാണ് ആഗ്രഹിക്കാത്തത്? ഞാൻ 5 വർഷം വിദേശത്ത് പഠിക്കാൻ പോയിരുന്ന ആ സമയത്ത് നമ്മൾ ഈ കുറേ പുസ്തകമൊക്കെ വായിച്ചിട്ടതിന് ശേഷം, കുറേയൊക്കെ എഴുതിയതിന് ശേഷം മടുക്കുമ്പോൾ നമ്മൾ ഇറങ്ങി, എൻ്റെ കോളേജിന് മുമ്പിൽ വലിയ പാർക്കായിരുന്നു. അപ്പോൾ ഇറങ്ങി പാർക്കിൽ നടക്കും. അപ്പോൾ പാർക്കിൽ നടക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന വലിയൊരു സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങളെ നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരായിരുന്നു. പാർക്കിൽ നടക്കുന്ന ദിവസം, എടി മോളെ നീങ്ങി എഴുതിട്ട് വന്നേ, ഒരു സാധനം കാണിക്കാം, വാ പെട്ടെന്ന് ഇവിടെ വാ. അവൾ പേടിച്ചരണ്ട വരുന്നത്. അത് ഞാൻ ഈ പാർക്കിലൂടെ നടക്കാൻ പോകുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. അത് അവിടെ എങ്ങനെ ആൾക്കാർ നടക്കുന്നറിയാമോ? അവിടെ ആൾക്കാർ നടക്കുന്നത്, നിങ്ങൾക്ക് പൊക്കമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഭാര്യയുടെ കൈ എടുത്ത് ഈ ഭർത്താവ് ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ പിടിച്ചേക്കാണ്. അതായത് ഈ കൈക്കകത്ത് ഇവിടെ മുറുക്ക വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്.
ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിക്കോ 4:30 ഒക്കെ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അവർ ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് രണ്ടുപേരുടെ ഇങ്ങനെ നടക്കും. ഒരാളുടെ കൈ മറ്റേ കൈക്കകത്താണ്, ഇങ്ങനെ ഇരിക്കും. പിന്നെ അവർ ഈ കൈ താത്തിടുന്ന എപ്പോഴാണെന്നറിയോ? വല്ലോ സ്ഥലത്തും പോയിരുന്ന് കാപ്പ് കുടിക്കാനോ ഐസ്ക്രീം കഴിക്കാനോ ഒക്കെ ഇരിക്കുമ്പോഴാണ് ഇത് താത്തിട്ടിട്ട് അതിനുശേഷം പിന്നെ എടുത്ത് ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അവർ വീട് വരെ പോകുന്നത്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ കയ്യെ പിടിച്ചാരും പോകാനില്ലെന്ന് വിചാരിച്ചതൊന്നുമല്ല, അതുകൊണ്ടല്ല എനിക്ക് വിഷമം തോന്നി. എൻ്റെ അപ്പൻ എൻ്റെ അമ്മനെ ഒരിക്കലും ഇങ്ങനെ നടത്തിയിട്ടില്ല, അതായിരുന്നു എൻ്റെ വിഷമം. എൻ്റെ അപ്പൻ എൻ്റെ അമ്മേനെ ഒരിക്കലും ഇങ്ങനെ നടത്തിയിട്ടില്ല, അങ്ങനെ പിടിച്ച് നടത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൻ ഒരു 50 മീറ്റർ മുമ്പേ നടക്കുമ്പോൾ അമ്മ അതിൻ്റെ പുറകെ നടന്നോളൂ. അങ്ങനെയായിരുന്നു ഇവിടുത്തെ സിസ്റ്റം, അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരാണ് ആഗ്രഹിക്കാത്തത് അങ്ങനെ ഒന്ന് കൈപിടിച്ച് നടക്കണമെന്ന്? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു തരം സ്വഭാവവും നമ്മുടെ ഒരു തരം രീതികളും ഒന്നും ഇതൊന്നും സമ്മതിക്കത്തില്ല. ഈ ചെറിയ കാര്യങ്ങളാണ് വിവാഹബന്ധത്തിലെ റിലേഷൻഷിപ്പിനെ ഏറ്റവും ഫൈനാക്കുന്നത്. സ്നേഹിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതൊരു കുഞ്ഞ് സൈനാണ്. അതിനകത്ത് എന്ത് കെയറായിരിക്കുന്നത്? എൻ്റെ കൂടെ ഞാനിങ്ങനെ നിന്നെ കൊണ്ടു നടക്കുകയാണ്. എന്തോരം കെയറിങ് സൈനാണത്. ഒരാളുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം 3 മണിയാകാൻ 3:30 അവർ കാത്തിരിക്കുകയാണ് ഇറങ്ങി അങ്ങനെ നടക്കാനായിട്ട്. അവർക്കതൊരു എക്സസൈസാണ്, അവർക്ക് സ്നേഹത്തിൻ്റെ പങ്കുവെക്കലാണ്. അവരെവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടൊരു കാപ്പി കുടിക്കുകയാണ്. അവർ പോയി വലിയ ക്രൗൺ പ്ലാസയിലോ അവർ പോയി വലിയ 5 സ്റ്റാർ ഹോട്ടലിലോ ഒന്നും കയറിയൊന്നും ഭയങ്കര കാശ് കളയുന്ന പരിപാടിയൊന്നും അവർക്ക് വേണ്ട. അവർ കുഞ്ഞ് കാപ്പിയൊക്കെ കുടിക്കുകയുള്ളൂ, ഒരു ചെറിയ ഐസ്ക്രീമൊക്കെ അവർ കഴിക്കുകയുള്ളൂ. അവരങ്ങനെ ഒത്തിരി പൈസ ഒന്നും പോയി ചിലവാക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ ആ ഒരു നടപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തെ വീണ്ടും അരക്കെട്ടുറപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമുണ്ട് അവർക്ക് തമ്മിൽ. ആ ബന്ധം വളരെ പ്രധാനപ്പെട്ടാണ് സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ബന്ധമാണത്. അങ്ങനത്തെ ഒരു ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവുക അനിവാര്യമാണ്. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്, അതാണ് സുവിശേഷം ആഗ്രഹിക്കുന്നത്, അതാണ് സഭ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് കൊതിയോടുകൂടെ മറ്റുള്ളവർ നോക്കുന്നത്. ഇനി ഞാൻ വീണ്ടും പറഞ്ഞുതരാം മറ്റൊരു കാര്യം കൂടെ. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പം പുരുഷന്മാർക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാകുമായിരിക്കും. ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നോക്കണം. അച്ഛനും പറഞ്ഞത്ര ശരിയൊന്നുമല്ല, അച്ഛൻ കൃത്യമായിട്ടത് അല്ല പറഞ്ഞെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഇത് ഒരു ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരുടെ കാര്യം പറയുന്നത്, എല്ലാവരുടെയും കൂടെ കാര്യമല്ല. നിങ്ങൾ ന്യൂനപക്ഷം ഉണ്ടാവും, ശരിയായിട്ടുള്ളവർ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വേണേൽ ന്യൂനപക്ഷമാണെന്ന് ഞാനങ്ങ് സമ്മതിക്കാം. പക്ഷെ കാര്യം ഇതാണ്, എന്താണെന്നറിയാമോ? ചില പുരുഷന്മാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ എന്ന് പറയുന്ന ആൾക്ക് രോഗം വരാൻ പാടില്ല. രോഗം എന്ന് പറയുന്ന സാധനം വരാൻ പാടില്ല. രോഗം വരുന്നത് ഇഷ്ടമില്ല, അതാണ് പ്രശ്നം. രോഗമാണെന്ന് പറയരുത്, നമുക്ക് ആ രോഗമാണെന്ന് പറയുന്നത് ഇഷ്ടമില്ല, അതാണ് പ്രശ്നം. രോഗമാണെന്ന് പറയുന്നത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം മുഴുവൻ ഏസിക്കാതിരുന്നിട്ട് ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ നടുവിന് വേദനയാണ്, അല്ലെങ്കിൽ മുട്ടിന് വേദനയാണ്, ഇതൊക്കെ ചിലപ്പോൾ ഭർത്താവ് പറഞ്ഞിരിക്കും. പക്ഷെ ഭാര്യ ഇതൊന്നും പറയാൻ പാടില്ല. ഭാര്യയുടെ ശരീരം റെയിൽപ്പാളം കൊണ്ട് ഉണ്ടാക്കിയതും ഭർത്താവിൻ്റെ ശരീരം അലുമിനിയം ഫാബ്രിക്കേഷനുമാണ്. അത് ചളങ്ങും, അത് തിരിയും, അത് ചിലപ്പോൾ ഒടിയും. പക്ഷെ ഉരുക്ക് ഒടിയാൻ പാടില്ല, അതെങ്ങനെ ഉരുക്കായിട്ടിരുന്നോണം എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. ഞാൻ നിങ്ങളോടത് പറയട്ടെ, നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടാവും, കാലിൻ്റെ മുട്ടിന് വേദനയാണ്, കാലിൻ്റെ മുട്ടിന് വേദനയാണ്. നമ്മളത് പരിഗണിച്ചിട്ടേ ഇല്ല. ചിലപ്പോൾ നമ്മളതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല, ഒരു സാധനം പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അവസാനം കാലിൻ്റെ മുട്ടിന് വേദനയാന്ന് പറഞ്ഞ് ഇവർക്ക് എഴുന്നേക്കാൻ മേലെ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, ബുദ്ധിമുട്ടുമൊക്കെ. അവസാനം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2000 രൂപയുടെ നോട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പറയും, ആശുപത്രി വല്ലതും പോയിട്ട് എന്നെ കാണിക്കുമോ എന്ന് പറയും, എന്നു ചെയ്യാൻ പറയും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ 2000 രൂപയുടെ നോട്ടെടുത്ത് നീട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ കേൾക്കാഞ്ഞിട്ട് ഇവർ നിങ്ങളെ കേൾക്കാൻ കൊള്ളാത്തൊരു വാക്ക് വിളിക്കുന്നുണ്ട്. കേൾക്കാൻ കൊള്ളാത്തൊരു വാക്ക് വിളിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഇവർക്ക് അങ്ങനെ അല്ല ആശുപത്രി പോകേണ്ടത്. നിങ്ങൾ ഇവരോട് ചെല്ലണമെന്നാണ് അവരുടെ ആഗ്രഹം, ആശുപത്രി പോകണമെന്ന്. അതെന്തിൻ്റെ ഭാഗമാണ്? നിങ്ങളുടെ കെയറിൻ്റെ ഭാഗമല്ലേ അത്? ഇനി നിങ്ങൾ അപ്പോൾ അങ്ങനെ വീണ്ടും വേദന കൂടിയിട്ട് നിങ്ങൾ ഇവരെയും കൊണ്ടൊന്ന് ആശുപത്രി പോയെന്ന് വിചാരിച്ചോ, ചില മഹാന്മാർ ഡോക്ടറിൻ്റെ മുറിയിലോട്ടേ കയറത്തില്ല, അങ്ങോട്ട് കയറത്തില്ല അവർ. ഇനി ചിലർ കയറിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. കയറിക്കഴിയുമ്പം ഡോക്ടർ ചോദിച്ചു എന്നാ പ്രശ്നം? അപ്പോൾ ഡോക്ടറോട് നമ്മൾ പറയണം, അതെ ഇവർക്ക് കാലിന് വേദനയാണ്, മുട്ടിന് വേദനയാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഏത് മുട്ടിനാണ് വേദന? അപ്പം നമ്മൾ മാന്യൻ ഭർത്താവ് ഇരിക്കുക, ഏത് മുട്ടിനാണ് ഈ വേദന, വലത്തതിനാണോ ഇടത്തതിനാണോ? ഇവിടെ ഒരു 1.5-2 മാസമായിട്ട് മുട്ടുവേദന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും അറിയത്തില്ല ഭാര്യയുടെ ഏത് മുട്ടിനാണ് വേദനയെന്ന്. നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ അറിയാം, സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ ഭാര്യ നമ്മളോട് പറഞ്ഞ് കാലിൻ്റെ മുട്ടിന് വേദന, ഏത് മുട്ടിനാണ് വേദന എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്താണ് ഈ സ്നേഹം എന്ന് പറയുന്നത്? പിന്നെ എവിടെയാണ് ഈ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയാം സഹോദരി, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നുവോ എന്ന് അവസാന വിധി ദിവസത്തിൽ ദൈവം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ രൂപത്തിൽ നിന്നും നിങ്ങളുടെ ഭാര്യയുടെ രൂപത്തിൽ നിന്നുമായിരിക്കും. വേറെ എന്തൊക്കെ സർക്കസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും കൊള്ളാം, ഈ പറയുന്നതിന് നമുക്ക് ഉത്തരവില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോകാനൊരു തടസ്സം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. നിങ്ങൾ വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കണം. അത് ഹോട്ടലിൽ കൊണ്ടുപോകുന്നതോ ഭക്ഷണം കൊടുക്കുന്നതോ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നതിലോ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയുള്ള വിശപ്പാണ്. ഇതേ വിശപ്പ് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്, ഇതേ വിശപ്പ് അനുഭവിക്കുന്ന പുരുഷന്മാർ. ഒരിക്കലും സ്വന്തം ഭാര്യയെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറയാത്ത പുരുഷന്മാരുണ്ട്. ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരും നല്ല, സ്വന്തം ഭർത്താവ് കൊള്ളത്തില്ല. ലോകത്തിലുള്ള ബാക്കി എല്ലാ ഭർത്താക്കന്മാരും നല്ലതാണ്, സ്വന്തം ഭർത്താവ് കൊള്ളത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ അവിടെ ഉള്ളവരെ കണ്ടില്ലേ, നിങ്ങൾ ഇപ്പുറത്തുള്ളവരെ കണ്ടില്ലേ, നിങ്ങൾ അങ്ങേപ്പുറത്തുള്ളവരെ കണ്ടില്ലേ, നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആൻഡ് ഐ ടെൽ യു ഫ്രാങ്ക്ലി, നമ്മൾ എത്ര ഉയർന്ന ആൾക്കാരാണെങ്കിലും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധം തകരാറിലാണ്. സ്നേഹിച്ചില്ലെങ്കിൽ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക വിവാഹത്തിനകത്തെ അടിസ്ഥാന വസ്തുതയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത്. വീണ്ടും ഓർക്കുക, ആദം തന്നെയായിരുന്നപ്പോൾ അവന് ചേർന്ന ഒരു ഇണയെ ദൈവം കൊടുത്തത് എന്തിനാണ്? അവൻ ദുഃഖിതനായിരുന്നത് അവൻ സ്നേഹിക്കപ്പെടാഞ്ഞത് കൊണ്ടാണ്. അവൻ സ്നേഹിക്കപ്പെടാഞ്ഞത് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് അവനെ സ്നേഹിക്കാനുള്ള കഴിവില്ല, ലിമിറ്റഡ് ആണത്. അവൻ അവയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ലിമിറ്റഡാണ്. അതിനപ്പുറത്തേക്ക് സ്നേഹിക്കണമെങ്കിൽ അവന് ചേർന്നയാൾ വേണം. അങ്ങനെയാണ് നിങ്ങളെ ഒരുമിപ്പിച്ചത്. അപ്പം സ്നേഹിക്കാതിരിക്കുന്നത് പാപമാണ്, സ്നേഹിക്കാതിരിക്കുന്നത് പാപമാണ്. അത് ബന്ധങ്ങളെ തകർക്കലാണ്. സ്നേഹത്തിൻ്റെ പാലങ്ങൾ പണിയേണ്ട സ്ഥലത്ത് അത് പണിയാതിരിക്കുന്നത് തിന്മയാണ്, പാപമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നുവോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നുവോ? ഇത് സെയിം അർത്ഥമാണ്. അതിൻ്റെ അകത്ത് ചെറിയൊരു അർത്ഥ വ്യത്യാസം വരുന്നത് ഇങ്ങനെയാണ്. ദാഹിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയും. നമ്മുടെ ഓഫീസിൽ നമ്മളെ ചിലപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും ഒരു കാര്യത്തിന്, പക്ഷെ നമ്മുടെ വീട്ടുകാരെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. അല്ലെ, നമ്മുടെ ഓഫീസിൽ നമ്മളെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മുടെ വീട്ടുകാരനെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു, നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നു, നിങ്ങളുടെ ഭാര്യ അതറിയുന്നില്ല. അല്ല, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഭർത്താവ് അതറിയുന്നില്ല. എന്തിനാ ഈ പരസ്പരം അറിയിക്കാത്ത പരിപാടികളൊക്കെ? സ്ഥലം മേടിക്കാൻ പോകുന്നു, അത് ഭാര്യ അറിയണ്ട. വീട് മേടിക്കാൻ പോകുന്നു, അത് ഭാര്യ അറിയണ്ട. സ്ഥലം വിൽക്കാൻ പോകുന്നു, അത് ഭാര്യ അറിയണ്ട. വീട് വിൽക്കാൻ പോകുന്നു, അത് ഭാര്യ അറിയണ്ട. എന്തിനാണ് ഈ തമ്മിൽ അറിയാത്ത കാര്യങ്ങൾ? അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം അറിയിക്കുന്നതാണ്. ഇച്ചിരി പൈസ അപ്പന് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നു, അത് പരസ്പരം ആലോചിച്ച് ചെയ്തുകൂടെ? ഈ ആലോചിക്കാതെ ചെയ്തിട്ട് പിന്നെ ഒരാളുടെ മനസ്സിൽ സപ്രഷൻ വെച്ചിട്ട് പിന്നീട് വഴക്ക് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് മിനിമം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും അറിയാനും ഉള്ളൊരു സ്വാതന്ത്ര്യമാണത്. മറച്ചു വെക്കാനില്ലാത്ത ഒരു ജീവിതം, തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന, ഏത് പേജുകളും പരസ്പരം വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, നിങ്ങളുടെ ഓഫീസിൽ സെക്യൂരിറ്റി പ്രോബ്ലത്തിലുള്ളൊരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യമാണ്, അത് നിങ്ങൾ പറയണ്ട. അത് വിവരമുള്ള ഒരാൾ മനസ്സിലാക്കും, അത് പറയാൻ പാടില്ല എന്നുള്ളത്, അത് പറയണ്ട. പക്ഷെ നിങ്ങളുടെ ബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യാനായിട്ട് മറ്റൊന്നിനെ സമ്മതിക്കരുത്, അങ്ങനെ പോകരുത്. അപ്പം അംഗീകരിക്കപ്പെടുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അംഗീകരിക്കപ്പെടുക എന്നുള്ളത്, നിങ്ങൾ അംഗീകാരം കൊടുക്കാത്തപ്പോഴാണ് അംഗീകാരങ്ങൾ തേടി മറ്റ് യാത്രകൾ ചെയ്യുന്നതെന്നും ഓർമ്മിക്കണം. വിവാഹത്തിലെ അധാർമികതകൾക്കകത്ത് അങ്ങനെയും ഒരു ഭാഗമുണ്ട്. സ്വന്തം ഭാര്യയെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത
ഒരു ആൾ ചിലപ്പോൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് നീങ്ങാനായിട്ട് അയാൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അറിഞ്ഞുകൊണ്ട് നമ്മളൊരു മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കരുത്. അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ഭാര്യയെ പാപത്തിലേക്ക് നയിക്കരുത്. അപ്പോൾ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കവൻ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഞാനും ഈ ബിനുവും തമ്മിൽ ഒരു പരിചയവുമില്ല. ഞാനിവിടെ വന്നപ്പോഴാണ് ബിനുവിനെ കാണുന്നത്. ബിനുവാണ് ഇന്ന് വായിക്കുന്നതും പാടുന്നതും. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ആളല്ല. അപ്പോൾ ബിനു ഇപ്പോൾ ഈ പാട്ട് പാടുന്നതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് പാടിയത് കൊണ്ട് ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നിക്കുകയാണ്. നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കയറ്റി പറയുകയാണ്. നിങ്ങളിവിടെ ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ ഇരിപ്പുണ്ടാവും. ഡോക്ടർമാരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന പലരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കൊരിക്കൽ എൻ്റെ ലങ്സിൻ്റെ ക്യാവിറ്റിയിൽ 2 സ്ഥലത്തും ഇടത്തും വലത്തും വെള്ളം കെട്ടിയായിരുന്നു. ഈ ഫ്ലൂയിഡ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പ്ലൂറസി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര അതിൻ്റെ അസ്വസ്ഥതയുണ്ടായി. ശ്വാസം ഒന്നും എടുക്കാൻ മേല, ശ്വാസം വിടാൻ മേല, ഭയങ്കര വേദന, കിടന്നിട്ട് എഴുന്നേക്കാൻ മേല. അപ്പം പിന്നെ ആശുപത്രിയിൽ പോയി. അപ്പോൾ അവർ സ്കാൻ ചെയ്തു, കണ്ടുപിടിച്ചു എനിക്ക് ഇതുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ നീണ്ട പരീക്ഷണങ്ങളിലേക്ക് പോയി, അതെന്താണെന്ന് തിരിച്ചറിയാനായിട്ടൊക്കെ അങ്ങനെ പോയി. അപ്പം ഞാൻ അങ്ങനെ ഒരു റെസ്റ്റിൽ കിടക്കുന്ന സമയത്ത് കുറേ പേര് വന്നെന്നെ കാണാനായിട്ട്, കുറേയേറെ പേര് വന്നു. ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, രോഗിയായിട്ടൊക്കെ നമ്മൾ കിടക്കുന്ന അവസരത്തിൽ അങ്ങനെ വരുമ്പോൾ ചില സാധനങ്ങൾ കൊണ്ടുവരും. നമുക്ക് ഭക്ഷണം ചിലപ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. എന്നെ കാണാനായിട്ട് ഒരു റെവറൻഡ് സിസ്റ്റർ വന്നു. ഒരു സിസ്റ്റർ, ഞാൻ പഠിപ്പിച്ച ഒരാളാണ്. അയാൾ എന്നെ കാണാൻ വന്നു. അയാൾ എന്നെ കണ്ട് എന്നോട് സംസാരിച്ച് അച്ഛൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എനിക്കൊരു ചെറിയ കാര്യം അച്ഛനെ തന്നിട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, കയ്യിലൊന്നുമില്ല. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അതിവിടെ ഈ ഭിത്തിയിൽ അച്ഛൻ കിടക്കുന്നതിന് നേരെ ഒന്ന് ഓപ്പോസിറ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഒട്ടിച്ച് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റർ ഒരു പേപ്പർ 4ആയിട്ട് മടക്കിയിരുന്ന പേപ്പർ എടുത്ത് നിവർത്തിട്ട് എൻ്റെ മേശപ്പുറത്ത് പോയി പശ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ 4 സ്ഥലത്തും തേച്ചിട്ട് ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭിത്തിയിൽ ഒരു കാര്യം ഒട്ടിച്ചു വെച്ചു. ഒരു വചനമായിരുന്നു. യെശയ്യായുടെ പ്രവചനം 58-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. നിങ്ങളത് മറന്നു പോകണ്ട, നിങ്ങൾ ഓർത്തിരിക്കുക. യെശയ്യായുടെ പ്രവചനം 58:11 ഇങ്ങനെയാണ്: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് ബലം നൽകും, അവിടുന്ന് നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നീ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും ആയിത്തീരും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും അവിടുന്ന് നിനക്ക് ബലം നൽകും, അവിടുന്ന് നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നീ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും ആകും. എനിക്ക് തോന്നുന്നു എൻ്റെ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും എനിക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകിയതുമായ വചനമാണിത്. ഹല്ലേലൂയ. എന്നെ ഒരുപാട് സഹായിച്ച വചനമാണിത്. എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചൊരു റിസറക്ഷൻ ഉണ്ടാക്കിയ വചനമായിട്ട് ഞാനത് പറയും. പിന്നീട് ഒരു അവസരത്തിൽ ഒരു പ്രോഗ്രാമിൽ എന്നെ തൊട്ട വചനം എന്നുള്ളൊരു പ്രോഗ്രാമിൽ ഞാൻ ഈ വചനം കോട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ആ കാലഘട്ടത്തിൽ തൊട്ട വചനമാണിത്. പിന്നീട് ഇങ്ങോട്ട് പോന്നിട്ടുള്ള എല്ലാ ധ്യാന പ്രസംഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനിവിടെ ഇത് പറയാതെ പോകാമായിരുന്നു, പക്ഷേ ഈ പാട്ട് ഇന്ന് പാടിയപ്പോൾ ഇതെന്നെ കൊണ്ട് പറയാൻ തോന്നിപ്പിച്ചു. ഈ ഒരു വചനം കൂടെ പറയാൻ, ആ കൂട്ടത്തിൽ പറയാനായിട്ട് തോന്നിപ്പിച്ചു. നമുക്കത് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണത്. ആ ഒരു വചനം ആ സമയത്ത് നമുക്ക് തന്നത്, അത് നമുക്ക് വേണ്ട വചനമായിരുന്നു. ആ സമയത്ത് ആ വചനം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കിയ ഉന്മേഷം, ഉണ്ടാക്കിയൊരു സൗഖ്യം, ഉണ്ടാക്കിയൊരു പ്രത്യാശ, അത് വളരെ വലുതായിരുന്നു. അതിൽ നിന്നൊക്കെ തമ്പുരാൻ വളരെ അത്ഭുതകരമായിട്ട് നമ്മളെ വീണ്ടും മുമ്പോട്ട് നയിച്ചു. ഇപ്പോഴും ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു. അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. നമ്മളെപ്പോഴും പറയത്തില്ലേ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. തമ്പുരാൻ്റെ കരുണ. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം,
കർത്താവിനോട് കരുണ തോന്നണമേ, നിൻ്റെ കരുണയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ വിശക്കുന്നവരെക്കുറിച്ചും ദാഹിക്കുന്നവരെക്കുറിച്ചും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അനിവാര്യമായത് ഈ വിശപ്പും ദാഹവും ഒക്കെ അകറ്റുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ ലിറ്ററൽ സെൻസ് മാത്രമല്ല അതിനുള്ളത്. നമ്മൾ ഭക്ഷിക്കാൻ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പ്രളയമൊക്കെ വന്ന സമയങ്ങളിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ കയറ്റി ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടവരല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഈശോ പറയും, ഭക്ഷണം കൊണ്ട് മാത്രം മാറാത്ത വിശപ്പുകളുണ്ട്. ആ വിശപ്പ് നിൻ്റെ വീടിൻ്റെ അകത്തുണ്ട്. നീ വിശക്കുന്നവർക്ക് ലൂർദ് മാതാ കെയർ സെൻ്ററിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. നിൻ്റെ വീടിൻ്റെ അകത്ത് വിശപ്പ് നീ കണ്ടില്ല. നിൻ്റെ ജീവിത പങ്കാളിയുടെ വിശപ്പ് നീ കണ്ടില്ല. നിൻ്റെ മക്കളുടെ വിശപ്പ് നീ കണ്ടില്ല. 18 വയസ്സായ നിൻ്റെ മകളോട് സംസാരിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ലാതായി പോയിരിക്കുന്നു. അത് നീ തിരിച്ചറിയുന്നില്ല. അവളുമായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ നിനക്ക് പറ്റാതായിരിക്കുന്നു. അത് നീ തിരിച്ചറിയുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള വിശപ്പുകൾ മാറ്റണം. ദാഹിക്കുന്നവൻ അംഗീകരിക്കപ്പെടുക. നമ്മുടെ മക്കളൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? അവർ പറയുന്നത് അവർ വളർന്നെന്നൊരിക്കലും അപ്പനും അമ്മ അംഗീകരിക്കുന്നില്ല. നമ്മൾ പറയും, ഈ പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ട് വളർന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നത്. ശരിയാ, കുറച്ച് പൊട്ടത്തരമൊക്കെ പറയും. പക്ഷെ പരസ്പരം അംഗീകരിക്കണം. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല വേറൊരു പഠനം പള്ളിക്കൂടമാണ് കുടുംബം നമ്മൾ പറയാറുണ്ട്. ബേസിക് പള്ളിക്കൂടമാണ് കുടുംബം നമ്മൾ പറയാറുണ്ട്. എന്താ ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നതെന്നറിയാമോ? അപ്പൻ അമ്മയെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്, അമ്മ അപ്പനെ ആദരിക്കുന്നത് എങ്ങനെയാണ്. ഇത് പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, വേറൊരിടത്തുനിന്നല്ല പഠിക്കേണ്ടത്. ഒരു വീടിൻ്റെ അകത്ത് അപ്പൻ അമ്മയെക്കറി കൊള്ളാത്ത പദങ്ങൾ വിളിക്കുകയും വളരെ മോശമായ വൾഗറായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി 10ാം ക്ലാസ് എത്തിക്കഴിയുമ്പോൾ തൊട്ട് അവൻ്റെ നാവിൽ അതേ വാക്കുകൾ ഉണ്ടാവും. നോ ഡൗട്ട് അറ്റ് ഓൾ, നോ ഡൗട്ട് അറ്റ് ഓൾ. നമ്മൾ വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞ് നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഓർത്തോണം. നമ്മുടെ അടുത്ത് ദൈവം തന്നിരിക്കുന്ന ഒരാളെ മാനിക്കാനുള്ള നമ്മുടെ കഴിവാണത്, മാനിക്കാനുള്ള കഴിവ്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഭാര്യനെയൊക്കെ വളരെ മാനിക്കാതെ സംസാരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. എങ്കിലും ഞാൻ വെറുതെ ഒരു പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് വിട്ടേക്കണം കേട്ടോ, അത് വേണ്ട. സാധാരണ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാനിത് പറയാറുണ്ട്. അത് ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളതങ്ങ് കളഞ്ഞാൽ മതി, ഇല്ലെന്ന് വിചാരിച്ചാൽ മതി. ചില വീടുകളിലൊക്കെ ഉള്ളൊരു ഒരു 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 പ്രശ്നം ഞാൻ പറയാം. ഈ ഭാര്യയുടെ അപ്പനൊക്കെ മരിച്ചു പോയിട്ട് ചിലപ്പോൾ വർഷങ്ങളായി കഴിഞ്ഞാണ്. അവർ ഏതോ ഒരു പള്ളിയുടെ സിമിത്തേരിയിൽ ആണ് അവർ അവിടുന്ന് സ്വർഗത്തിലേക്ക് നിത്യാനന്ദം അവർക്ക് കൊടുക്കണമെന്ന് ബലിയിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീട്ടിൽ എന്തോ പറയുമ്പം ചിലപ്പോൾ ഈ ഭർത്താവ് എടുത്തമായി ചോദിക്കുന്നത്, നിൻ്റെ അപ്പനാണോ നിന്നിവിടെ കൊണ്ടുവച്ചത് എന്ന് ചിലപ്പോൾ ചോദിക്കും. നേരെ എടുത്തു പറയുന്നത് ഭാര്യയുടെ അപ്പനെക്കുറിച്ച്. അപ്പൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നമുക്ക് എന്ത് റൈറ്റാണ് ഇതൊക്കെ പറയാനുള്ളത്? നമ്മൾ എവിടെയാണ് ഒരാളെ അംഗീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അത്ര മോശമായിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ കാണത്തില്ല, പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അരിശം വരുമ്പോൾ നമുക്ക് വായി തോന്നി എന്തും പറയാനുള്ള ഒരു 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 രീതിയാക്കരുത് വീടിൻ്റെ അകം. നമ്മുടെ മക്കൾ കാണേണ്ടതൊക്കെ ഉണ്ടല്ലോ. ഒരപ്പനെ അമ്മ ബഹുമാനിക്കുന്നതും അമ്മ അപ്പനെ ആദരിക്കുന്നതുമാണ്. അത് കണ്ടു വളരുന്നൊരു കുട്ടിക്ക് വലിയൊരു വിദ്യാഭ്യാസമാണ് കിട്ടുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാവി വധുവിനോടും വരനോടും ഒക്കെ അവരങ്ങനെ പെരുമാറത്തുള്ളൂ. അത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് 12 വർഷം ഇവിടുത്തെ വേദപാഠത്തിൽ പഠിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് വേദപാഠത്തിൽ പഠിപ്പിച്ചു കൊടുത്താലും വീട്ടിലത് കാണത്തില്ലെങ്കിൽ അതും പഠിക്കത്തില്ല സാധനം. അതാണ് വേദപാഠത്തിൽ ഈ പിള്ളേരെയെല്ലാം നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ പിള്ളേരെല്ലാം ഇവിടെ നിന്ന് കുർബാന പുസ്തകമൊക്കെ ഇവിടെ വെച്ചിട്ട് ഞായറാഴ്ചയൊക്കെ ഇവിടെ വരുമ്പോൾ ഇവരെ 12ാം ക്ലാസ് വരെ കുർബാന പുസ്തകം കൈ പിടിച്ച് കുർബാന കാണുന്ന ടീമുകളാണെന്ന് ഓർത്തോണം. 12ാം ക്ലാസ് കഴിയുന്നതിന് പിറ്റേ ദിവസം കുർബാന പുസ്തകം അവിടെ വെക്കും, പിന്നെ തൊടത്തില്ല അതിൽ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളിവനെ ഫോഴ്സ് ചെയ്താൽ കുർബാന പുസ്തകം എടുപ്പിക്കുന്നത്. അപ്പോൾ 12ാം ക്ലാസ് വരെ എടുത്ത് കൈ പിടിച്ചേ പറ്റത്തുള്ളൂ. ഈ കൈ പിടിച്ചു കഴിഞ്ഞ് അവൻ എന്ന് ലിബറേറ്റഡ് ആകുന്നു അവന് തോന്നുന്നു, അന്ന് ഈ പുസ്തകം അവിടെ ഇരിക്കുക, അവനത് കൈ കൊണ്ട് തൊടത്തില്ല.
അവനത് കൈകൊണ്ട് തൊടത്തില്ല. അവനത് കൈകൊണ്ട് തൊടാത്തതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാവോ? പുറകെ നിൽക്കുന്ന അപ്പനും അമ്മയും ജീവിതത്തിൽ കുർബാന പുസ്തകം എടുക്കുന്ന അവൻ കണ്ടിട്ടില്ല. ഈ സാറ് പറഞ്ഞെടുപ്പിക്കുന്നതേ അവൻ കണ്ടിട്ടുള്ളൂ. പുറകെ നിൽക്കുന്ന അപ്പനും അമ്മയും കുർബാന പുസ്തകം എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സാർ ഇവിടെ ഫോഴ്സ് ചെയ്യുമെന്നും വേണ്ട, ഇവൻ തന്നെ ഇതെടുത്ത് പിടിച്ച് നോക്കിക്കോളും. ചെറുപ്പത്തിൽ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തുമ്പം ഈ അപ്പൻ കുർബാന പുസ്തകം എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവൻ ഈ കുഞ്ഞ് കയറി തോളെ കയറി മറിയുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഇവൻ കാണുന്നുണ്ട് ഈ നീല പുസ്തകം കയ്യിരിക്കുന്നു. അപ്പൻ അതിൻ്റെ പേജുകൾ മറിക്കുന്നു, അത് നോക്കി പ്രാർത്ഥന ചെല്ലുന്നു. അപ്പം ഇവന് 1-ാം ക്ലാസ്സിലെത്തുമ്പോൾ 2-ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇവനൊരു ആവേശമുണ്ട് ഇത് നോക്കി ചെല്ലാനായിട്ട്. അതവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇതാണ് വീടിൻ്റെ അകത്ത് പഠിപ്പിക്കേണ്ട വലിയ സംഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിത് ഈ വേദപാഠത്തിൽ പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ വേദപാഠം പലപ്പോഴും ഫലപ്രാപ്തിയിലെത്താതെ പോകുന്നത്. കാരണം അതിന് പറ്റുന്ന അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുക്കുന്നില്ല ബാക്കി സ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് അത് ശരിയാകാതെ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക, പരസ്പരം അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക. അവൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക. ചില കാര്യങ്ങൾ ഭാര്യമാർ പറയും, ചില ഭർത്താക്കന്മാർ മിണ്ടിപ്പോരും, അതിനെക്കുറിച്ച് മിണ്ടണ്ട. എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെ മിണ്ടണ്ടെന്നൊക്കെ പറയുന്നത്. പരസ്പര അഭിപ്രായങ്ങൾ കേൾക്കുക, വിയോജിക്കാം. നമുക്ക് എന്തുകൊണ്ട് വഴക്ക് പിടിക്കണ്ട? വിയോജിക്കാൻ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ട് വഴക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, പരസ്പരം ആദരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതായിട്ട് വീണ്ടും നമ്മളോട് പറയാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടുവോ ആശ്വസിപ്പിച്ചുവോ എന്ന് ചോദിക്കുകയാണ്. അത് ടിപ്പിക്കലി ശരീരത്തിൻ്റെ രോഗമായിരിക്കുന്ന അവസ്ഥയിലാകാം, മനസ്സിൻ്റെ രോഗമായിരിക്കുന്ന അവസ്ഥയിലാകാം. യഥാർത്ഥത്തിൽ മനുഷ്യൻ മാനസിക രോഗികളാകുന്നതിൻ്റെ ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദിവസം പറഞ്ഞത് എനിക്ക് തോന്നുന്നത്, മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ആർ സൈക്കോളജിക്കൽ ബട്ട് ദ സൊല്യൂഷൻസ് ആർ സ്പിരിച്വൽ. ശരിക്കും ഒരാൾ നിരാശയിലേക്ക് പോകുമ്പോൾ, ഒരാൾ റിപ്രസീവ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ, ഒരാൾ മൂകതയിലേക്ക് പോകുമ്പോൾ, ഒരാൾ തിരസ്കരിക്കപ്പെട്ടു എന്നൊക്കെ തോന്നുമ്പം അയാൾക്ക് ആവശ്യമുള്ളത് ഗുളിക എന്നുള്ളതിനേക്കാൾ ആദ്യം ആവശ്യമുള്ളത് എന്താണ്? സാമീപ്യമാണ്, സാന്നിധ്യമാണ്. അതാണ് ആവശ്യമുള്ളത്. നിങ്ങൾക്കറിയാവോ, ഈ സാമീപ്യത്തിനും സാന്നിധ്യത്തിനും ഒക്കെ ഒരു ആത്മീയതയുണ്ട്. സാമീപ്യത്തിനും ഈശോ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവൻ പറയുന്ന ആദ്യത്തെ കാര്യം തന്നോട് കൂടെ ആയിരിക്കാനും. എന്തിനാ പറയുന്നത്? പ്രസൻസ്, ടു ബി ഇൻ മൈ പ്രസൻസ്. അതാണ് ആദ്യം പറയുന്നത്. തന്നോട് കൂടെ ആയിരിക്കുക, അതാണ് പറയുന്നത്. ജീവിതത്തിൽ ഈ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു പ്രസക്തിയുണ്ട്. കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യ കരയുന്ന ഒരു സമയത്ത്, അവൾ സങ്കടപ്പെടുന്ന ഒരു സമയത്ത്, അവൾ നെടുവീർപ്പെടുന്ന ഒരു സമയത്ത്, അവൾ ആശ്വാസത്തിന് വേണ്ടി കേഴുന്ന ഒരു സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, കൂടെ ആയിരുന്നാൽ മതി. കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തണം. കൂടെ ആയിരിക്കാൻ നിങ്ങൾ ചിലപ്പോൾ രാത്രി 12 വരെ ജോലി ചെയ്തായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വന്നത്. പക്ഷെ 12 തൊട്ട് 1 വരെ കൂടെ ഇരിക്കണം. എന്നിട്ട് പറയണം നമുക്ക് ഒരുമിച്ച് ഉറങ്ങാമെന്ന് പറയണം. ഈ കൂടെ ആയിരിക്കലിനൊരു പ്രസക്തിയുണ്ട്, അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതാണ് നിങ്ങളുടെ പ്രാർത്ഥന ആ സമയത്ത്. ഭർത്താവ് അപ്രകാരമാണ് വരുന്നതെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ ഭർത്താവിൻ്റെ മുഖം മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് നിങ്ങളാണ്. അത് ആർക്കും അറിയാൻ പറ്റുമെന്നറിയാവോ? കൂടെ ആയിരിക്കുന്ന ആൾക്കേ അറിയാൻ പറ്റൂ. നിങ്ങളുടെ ഭാര്യയുടെ മുഖം മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങൾക്കേ അതാദ്യം, നിങ്ങൾ കൂടെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ചില അൺഫോർച്ചുനേറ്റ് തിങ്സൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയെന്നറിയാമോ? +2 പഠിക്കുന്ന പിള്ളേർ ചുമ്മാ അവിടെ കൂടെ ഇവിടെ കൂടെ നടന്നിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ട് സ്വന്തം അമ്മയ്ക്ക് അവരിലുണ്ടായിരിക്കുന്ന ചേഞ്ചസ് അറിയത്തില്ല. ബിക്കോസ് ദേ ആർ നോട്ട് വിത്ത് ഹെയർ. അമ്മ അവളുടെ കൂടെ അല്ല, അതുകൊണ്ടത് അറിയാത്തത്. ചില പിള്ളേർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അമ്മ പറയും, എൻ്റെ അച്ഛൻ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്, പിന്നെ എങ്ങനെ ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നത്? അപ്പൊ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ രോഗിയായിരുന്നു ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അയാളുടെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അയാൾക്ക് വേറൊരു അസ്വസ്ഥതയാണെന്ന് തോന്നി അയാളെ അവിടെ കൊണ്ടുപോകണം. അയാൾക്ക് ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹീലിംഗ് എന്ന് ഓർമ്മിക്കണം. അത് പരസ്പരം കൊടുക്കണം. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കണം.
വീണ്ടും പറയുകയാണ്, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നീ എന്നെ കണ്ട് വന്നോ, എൻ്റെ അടുത്ത് വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് വലിയ പ്രയാസമുള്ളൊരു സാഹചര്യമാണ് അല്ലേ? ഒരു കാരാഗ്രഹവാസിയുടെ അടുത്ത് നമ്മൾ എങ്ങനെ പോകും? ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് പോകാനായിട്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഈ കാരാഗ്രഹവാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? കാരാഗ്രഹവാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബന്ധനത്തിൽ പെടുക എന്നുള്ളതാണ്. രണ്ട് കൈകളിലും ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ കൈ സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് കൈകളിലും ബന്ധനമാണ്. പിന്നെ എങ്ങനെ ഇയാൾ മൂവ് ചെയ്യുന്നത്? മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ബന്ധനത്തിലായിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു തരാം. നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചു, നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായെന്നറിയോ? നിങ്ങളുടെ ഭാര്യയോട് എന്തെങ്കിലും പറഞ്ഞാൽ മുൻശുണ്ടിയുള്ള ഒരാളാണ് ഭാര്യ. അയാൾക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അയാൾ ഭയങ്കരമായിട്ട് അരിശപ്പെടും, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഒരിക്കൽ ഒരാൾ എന്നോട് തോന്നുന്നു, എന്നു വെച്ചാൽ എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, അസൽ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലുള്ള പ്രതീതി വെച്ചാൽ ആ കണ്ണൊക്കെ ഒരു തുറപ്പിക്ക് ഇങ്ങോട്ടൊരു വരവും കാണിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ബഹളം വെക്കുമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ നോക്കി, അങ്ങനെ ചെയ്യും. ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ വിഷമിക്കാമെന്ന് പറഞ്ഞു. ചിലർക്ക് ചില ബന്ധനങ്ങളുണ്ട്. അത് പിശാചാന്നല്ല ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ, പിശാചല്ല. നമ്മൾ പറയുന്നത് ഇതെന്തോ പൈശാചികമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പൈശാചികമൊന്നുമല്ല. എന്താ സംഭവം എന്നറിയാമോ? അപ്പോൾ നിങ്ങൾ പറയും രണ്ട് തല്ല് കൊള്ളാഞ്ഞിട്ടെന്ന് പറയും. അതുമല്ല, ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച ചില ബിഹേവിയറൽ ഡിസോർഡറുകളാണ്. ശരിക്കും ചില വീടുകളിൽ നിന്ന് അങ്ങനെ പഠിച്ചു പോകുന്നതാണ്. ചില പിള്ളേർ കണ്ടിട്ടില്ലേ, ഇവന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാത്ത ഇവന്മാർ നിലത്ത് കിടന്ന് 10 ഉരുളിച്ച് ഉരുളും. അപ്പോൾ നമ്മൾ ആ സാധനം കൊണ്ട് കൊടുക്കും. അവൻ അന്ന് തൊട്ട് പഠിക്കും, ഉരുണ്ട ഈ സാധനം കിട്ടുമെന്ന്. അന്ന് തൊട്ട് പഠിക്കും. അതാണ് അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ചില പിള്ളേർ കണ്ടിട്ടില്ലേ, വീണ് പോകുമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അയ്യോ എൻ്റെ പൊന്നെ വീഴരുത്, അയ്യോ ശ്വാസം എൻ്റെ നിന്ന് പോകുമെന്നൊക്കെ വിചാരിച്ച് അപ്പം നമ്മൾ സാധനം കൊണ്ട് കൊടുക്കും. അത് തൊട്ട് ഈ പരിപാടിയെ ചെയ്യത്തുള്ളൂ. അന്ന് തൊട്ട് ഈ പരിപാടിയെ ചെയ്യത്തുള്ളൂ. ഇത് ചെറുപ്പത്തിൽ നിന്നുണ്ടാകുന്ന ഈ ബിഹേവിയറൽ ഡിസോർഡറുകൾ പഠിച്ച് അത് വലുതാകുമ്പോഴും അങ്ങനെ കാണിക്കും. അങ്ങനെ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില ബന്ധനങ്ങളുണ്ടാകും ചില മനുഷ്യർക്ക്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആണുങ്ങൾ ചിലർ കുടിക്കരുതെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരാണ്. ഭാര്യയ്ക്കാണെങ്കിൽ കുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അരിശമാണ്. ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ മരണം വരെ വഴക്ക് കുടിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്. ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചുണ്ടിയെടുക്കുന്നു, തല പോയി ഭിത്തിക്കെട്ടിടിക്കുന്നു, കൈ കൊണ്ട് മേശക്കെട്ടിടിക്കുന്നു, അത് ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഭയങ്കര വഴക്കാതെ തീർന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബന്ധനങ്ങൾക്കകത്ത് പെടുത്താവുന്ന കാരാഗ്രഹവാസികളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പനിയുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പാരസെറ്റമോളാണ്. പനിയുള്ള ഒരാളെ ചീത്ത വിളിച്ചാൽ പനി പോവുമോ? പനിയുള്ള ഒരാളെ ചൂരൽ കൊണ്ടെടുത്ത് അടിച്ചാൽ പനി പോവുമോ? ഇല്ല. ബിഹേവിയറൽ ഡിസോർഡറുള്ള ഒരാളോട് അതുപോലെ പെരുമാറാൻ പഠിക്കണം. അയാൾ പ്രൊവോക്ഡ് ആയിരിക്കുന്ന സമയത്ത് അയാളെ വീണ്ടും ചുണ്ടി കെട്ടി അങ്ങനെ ഉണ്ടാവും, ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. അയാളെ സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, തണുപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് സത്യത്തിൽ നമ്മുടെ ഈ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഒരു കലയാണ്. അത് പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഭാര്യയെ മാനേജ് ചെയ്യാനും ഭർത്താവിനെ മാനേജ് ചെയ്യാനും നമുക്ക് പറ്റുന്നത്. നമ്മളത് പഠിക്കുന്നത് വേറെ ചില കലകളിലൂടെയാണ്. ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു, അതോട് ശരിയാവുമെന്ന് വിചാരിക്കുന്നത്. അത് ശരിയാവത്തില്ല. അത് പിള്ളേരുടെ അടുത്താണല്ലോ അത് ശരിയാവത്തില്ല. അപ്പം ഈ ശാന്തമായ സമീപനം അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കാരാഗ്രഹ ബന്ധനങ്ങളുള്ള ഒരാളുടെ ബന്ധനങ്ങൾ അഴിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അയാൾക്കൊരു തരത്തിലും കൺട്രോൾ ആകാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും, നിനക്കിത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എവിടെയെങ്കിലും പോകാം, ഒരാളോട് സംസാരിക്കാം. ഇനി അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു ശകലം മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ മരുന്ന് കഴിക്കണം. അത് ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും. ഇതൊന്നും വലിയ പ്രശ്നമായിട്ടല്ല ചിന്തിക്കേണ്ടത്, വലിയ പ്രശ്നങ്ങളായിട്ടല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും ഏറ്റവും സേഫായിട്ട് പോകാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ചെറിയ മൈന്യൂട്ട് പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് നീക്കാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം കൊണ്ടും ചിലപ്പോൾ ജീവിതം മനോഹരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തോണം, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥത, രോഗമെന്നൊന്നും പറയുന്നത് ഒട്ടും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. 8, 9, 10 പിള്ളേരുണ്ട്. അമ്മമാർക്കൊക്കെ ഇവിടെ എല്ലാവരെയും ശ്രദ്ധിക്കാൻ എവിടെ ആയിരുന്നു നേരം?
ഇന്ന് ഈ 2 എണ്ണം ആകെ ഉള്ളത് നിങ്ങൾ പറഞ്ഞ് അടി വെക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നില്ല, അവിടെ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം വെക്കാറുണ്ട് വീടുകളിൽ കിടന്ന്. അന്ന് ഇതൊന്നും നമുക്ക് സാധിക്കത്തില്ലായിരുന്നു. ഇതുങ്ങളെ 8-9 എണ്ണം കിട്ടുന്നത് എല്ലാം കൂടെ കഴിക്കുക എന്നുള്ളതൊക്കെ അല്ലാതെ എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ മാനസിക ആരോഗ്യമൊക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്, മാനസികാരോഗ്യത്തിന്. നമ്മുടെ വളർച്ചയുടെ സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും വീടുകളിൽ ആൾക്കാർ പ്രോപ്പറായിട്ടില്ലാത്തത് കൊണ്ടും കുട്ടികളുടെ ഓവറായിട്ടുള്ള മൊബൈൽ യൂസ് കൊണ്ടും ഒക്കെ ഈ പ്രശ്നങ്ങൾ നമുക്കിന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരവസരത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വൈകല്യങ്ങൾ കാണാൻ തുടങ്ങിയാൽ, അത് ഏത് തരത്തിലുള്ള വൈകല്യമാണെങ്കിലും, ഒരു സെക്ഷുവൽ അബറേഷനാണ് ചിലപ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കണ്ടത്, എന്ത് വൈകല്യങ്ങളാണെങ്കിലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ എക്സ്പെർട്ടായിട്ടുള്ള ഒന്നെങ്കിൽ നല്ല കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരുടെ അടുത്ത്, അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു അഡ്വൈസ് തേടണം. അതൊക്കെ നിങ്ങൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുക എന്നുള്ളത്. അതൊരു കുടുംബത്തിനുള്ള നന്മയാണ് അത് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ പറയുന്നത് ഇതൊന്നും വെറും മനഃശാസ്ത്രപരമായ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഈശോ ഇപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ശരീരപരവും മനഃശാസ്ത്രപരവും തന്നെയാണ്. രണ്ടും ഉണ്ട് അതിനകത്ത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടുവോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചോ? ഇതെല്ലാം ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സോടാണ്. അത് മനഃശാസ്ത്രപരവും കൂടാണ്. അപ്പൊ സുവിശേഷത്തിൽ നിന്ന് ദൂരെയല്ല മനഃശാസ്ത്രപരത എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ദൂരെയുള്ളൊരു സാധനമൊന്നുമല്ലത്. വീണ്ടും ആലോചിച്ച് ഈശോ പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചുവോ എന്ന് ചോദിക്കുന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചുവോ? എന്താണ് വാസ്തവത്തിൽ ഈ നഗ്നത എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലാവുന്നൊരു നഗ്നത ഒരാൾക്ക് ശരീരത്തിൽ വസ്ത്രമില്ലാത്തതാണ്, നെയ്ക്കഡ്നെസ് ആണ്. എന്നാൽ പൂർണ്ണ വസ്ത്രം ധരിച്ചിരിക്കുമ്പോഴും നെയ്ക്കഡ് ആകുന്ന സിറ്റുവേഷൻ ഉണ്ട്. മുഴുവൻ വസ്ത്രം ധരിച്ചിരിക്കുക, ബട്ട് വി ബിക്കം നെയ്ക്കഡ്. എങ്ങനെയാണ്? മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ വയ്യാത്ത വിധം നമ്മുടെ പേര് കളയുന്ന വർത്തമാനം. ചിലപ്പോൾ അങ്ങനെ ചെയ്യും. സ്വന്തം ഭാര്യയെ അതുപോലെ നെയ്ക്കഡ് ആക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്. വളരെ മോശമായിട്ട് സംസാരിക്കും. സ്വന്തം ഹസ്ബൻഡിനെ അതുപോലെ നെയ്ക്കഡ് ആക്കുന്ന ഭാര്യമാരുണ്ട്. ആരോടൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു രജസം കയറിയപ്പം വളരെ മോശമായ കാര്യങ്ങൾ ഭർത്താവിനെ കുറിച്ച്. പിന്നീടാണ് പറഞ്ഞത് താൻ ആ പറഞ്ഞു ഒന്നും ശരിയല്ലെന്ന്. തിരുത്താൻ പറ്റുമോ? എത്ര സ്ഥലത്ത് തിരുത്താൻ പറ്റും? ആരുടെയൊക്കെ അടുത്ത് തിരുത്താൻ പറ്റും? ഒരാൾ വിദേശത്ത് താമസിക്കുന്ന ഒരാൾ ഒരു വഴക്കുണ്ടായ അവസരത്തിൽ നാട്ടിലേക്ക് മെസ്സേജ് അയച്ചു, ഈ മനുഷ്യൻ എന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കൊല്ലും, എന്നെ എവിടുന്നേലും രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നാട്ടിലുള്ളവർക്ക് എന്തെല്ലാം പ്രപഞ്ചങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ. ഇവിടുന്ന് രാത്രി വിളിച്ച് അവിടെ പോലീസിനെ വിളിച്ചു, അവിടുന്ന് പോലീസ് ആ വീട്ടിൽ ചെന്നു. അവിടെ നിസ്സാരൊരു വാക്കുതർക്കം ഉണ്ടായതേ ഉള്ളൂ. ആ അരിശത്തിന് എഴുതി വിട്ടതാണ്. അത് അവസാനം പോലീസ് അവിടെ ചെന്ന് അയാളെ കൊണ്ട് ജയിലിൽ പോയി. ഒരു നിമിഷത്തെ അവിവേകത്തിൽ അരിശത്തിലുണ്ടായ ഒരു മെസ്സേജ്. ഇതുപോലെ നമ്മൾ നാവിൽ നിന്ന് കൊടുക്കുന്ന ഒരു വാക്കാണ് ജീവിത പങ്കാളിയെ നഗ്നനോ നഗ്നയോ ആക്കുന്നത്. മുറിവേൽപ്പിക്കുന്ന വാക്ക്, തൊലി ഉരിയിപ്പിക്കുന്ന വാക്ക്, ഗോസിപ്പുകൾ കൊണ്ടുപോയിരുന്ന വാക്കാണ്. ചിലരുടെയൊക്കെ ഒരു വിനോദമാണ് ഗോസിപ്പുകൾ. അത് ചില പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർ ചിലർക്ക് അത് മാത്രമേ ഉള്ളൂ പരിപാടി. എന്തിനാണ് വല്ലവരുടെയും ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്, ഇൻട്രൂഡ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്? എന്നിട്ട് ഏതും പോരാഞ്ഞിട്ട് ഇപ്പം ഈ ഒരു സാധനമുണ്ട്, വാട്സപ്പ്. നമുക്കാണെങ്കിൽ ഒരു 50 ഗ്രൂപ്പുകളുണ്ട്. 50-100 ഗ്രൂപ്പുകൾ കാണും ചിലർക്ക്. ഒരു ഫേക്ക് ന്യൂസ്, നമുക്കറിയില്ലാത്ത, സത്യം അറിയില്ലാത്തൊരു സാധനം ഇതിനകത്തൂടെ അയച്ച് മറ്റുള്ളവർക്കൊക്കെ വിടുന്ന എന്തൊരു ദോഷകരമാണ്. കേട്ടത് പാതി, കേൾക്കാത്തത് പാതി നമ്മൾ അയച്ചു വിടുക. അപ്പോൾ ഓർമ്മിക്കണം, നമ്മളായിട്ട് ജീവിതത്തിൽ ഒരാളെ നഗ്നരാക്കാൻ പാടില്ല. അയാളുടെ മാന്യത കളയാൻ പാടില്ല, അയാളുടെ ഡിഗ്നിറ്റി കളയാൻ പാടില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം തൊട്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യനെ നമ്മളായിട്ട് നഗ്നനാക്കാൻ പാടില്ല. ഒരു നിർബന്ധം നമുക്കുണ്ടാവണം. അത് നമ്മുടെ ജീവിത പങ്കാളിയാണെങ്കിലും, നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും, നമ്മുടെ അയൽപക്കക്കാരാണെങ്കിലും, നമ്മുടെ പള്ളിയിലുള്ളവരാണെങ്കിലും, നമ്മുടെ പള്ളിയിലല്ലാത്തവരാണെങ്കിലും, എവിടെ ആണെങ്കിലും കൊള്ളാം. നമ്മളായിട്ടത് ചെയ്യാൻ പാടില്ല. അതൊരു പാപമാണ്.
ആൻഡ് ഫൈനലി ഈശോ നമ്മളോട് ഇപ്രകാരം പറയുന്നു, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നുവോ? ഇതാണ് ചോദിക്കുക. ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിൽ ദേശം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഹൃദയം എന്നാണ്. ദേശം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഹൃദയമാണ്. അപ്പൊ പരദേശി എന്ന് പറയുന്നത് ആരാണ് ശരിക്കും? നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആരെയൊക്കെ പുറത്താക്കി നിർത്തുന്നോ അവരൊക്കെ നിനക്ക് പരദേശികളാണ്. നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ആരെയൊക്കെ പുറത്താക്കി നിർത്തുന്നോ അവരൊക്കെ നിനക്ക് പരദേശികളാണ്. സ്വന്തം അപ്പനെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുന്നവരുണ്ട്, സ്വന്തം അമ്മയെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുന്നവരുണ്ട്, സഹോദരങ്ങളെ പുറത്താക്കി നിർത്തിയിരിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ പുറത്താക്കി നിർത്തിയിരിക്കുന്നവരുണ്ട്, മക്കൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ട് മക്കളെ പുറത്താക്കി നിർത്തുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മൾ ആരെയും പുറത്താക്കി നിർത്തരുത്. ഒരു പരദേശിയെങ്കിലും നമുക്കുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന കാര്യം സംശയമാണ്. ഒരു പരദേശിയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഒരാളെ പുറത്തു നിർത്തിയാൽ നമ്മൾ സ്വർഗത്തിൽ പോകാൻ പ്രയാസമാണ്. നമ്മൾ സ്വർഗത്തിൽ പോകാൻ പ്രയാസമാണ്. ഇനി നമ്മുടെ മക്കളുടെയൊക്കെ കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ഇന്ന് ഒരുപാട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവരുടെ മുമ്പോട്ടുള്ള ജീവിതങ്ങളാണെങ്കിലും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കുന്നത്, സ്വന്തം വിശ്വാസത്തെ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങളെ എപ്പോഴും പഠിപ്പിക്കണം. സ്വന്തം വിശ്വാസത്തെ സ്നേഹിക്കാൻ പള്ളിയോട് ചേർന്നും മധുബഹായോട് ചേർന്നും അൾത്താരിയോട് ചേർന്നുമൊക്കെ കുഞ്ഞുങ്ങൾ വളരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇതൊക്കെ ഉള്ളൂ പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഭാവിയിൽ അവർക്കുള്ളത്. നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ഒരു 35-36 വയസ്സാകുമ്പോൾ ഒരു മൂല്യത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നവൻ ഇവിടെ വന്ന് കാണുന്നതും കേൾക്കുന്നതും അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഓർമ്മിക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു 4-5 കാര്യത്തിൻ്റെ നിർവചനങ്ങൾ നമ്മൾ പറഞ്ഞു. വിശക്കുന്നവൻ സ്നേഹത്തിന് വേണ്ടി വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ അംഗീകാരത്തിന് വേണ്ടി ദാഹിക്കപ്പെടുന്നവൻ, രോഗി മാനസികമോ ശാരീരികമായ രോഗി, കാരാഗ്രഹവാസി ബന്ധനങ്ങളിൽപ്പെട്ട മനുഷ്യൻ, ബിഹേവിയറൽ ഡിസോർഡറുകളിൽപ്പെട്ട മനുഷ്യൻ എന്നുള്ളത്. വീണ്ടും നമ്മൾ പറഞ്ഞു നഗ്നൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോസിപ്പുകൾ കൊണ്ട് പേര് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ. പരദേശി എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുന്ന മനുഷ്യൻ. ഏറ്റവും ഒടുവിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കുറുക്ക് വഴിയും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കുറുക്ക് വഴി പറഞ്ഞുതരാം. നമ്മളൊക്കെ ഒരു ദിവസം മരിക്കും, അല്ലേ? മരിച്ചു കഴിയുമ്പം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് സ്വർഗത്തിൻ്റെ വാതൊക്കെ? ആരാ? മാലാഖമാരുണ്ടാവും. പിള്ളേരത് പറഞ്ഞു, അവർക്ക് അറിയാവുന്ന ആൾക്കാർ അതാണ്, മാലാഖമാരോടുണ്ടാവും. പിന്നെ ആരൊക്കെ ഉണ്ടാവും? വേറെ ആരൊക്കെ ഉണ്ടാവും ഇവിടെ സ്വർഗത്തിൻ്റെ വാതൊക്കെ? നമ്മൾ നീങ്ങുമോ? സ്വർഗത്തിന് താക്കോലൊക്കെ ആരുടെയിലാണ് ഇരിക്കുന്നത്? ഇവിടെ മേളിലിരിപ്പുണ്ട് പത്രോസ്, അല്ലേ? ആ പത്രോസ് അവിടെ കാണും, ഉറപ്പാണ്, അല്ലേ? പിന്നെ നിങ്ങളുടെയൊക്കെ പേരിന് കാരണമായിരിക്കുന്നൊരു വിശുദ്ധനുണ്ടല്ലോ, പത്രോസ് എന്നോ യാക്കോബെന്നോ ജെയിംസ് എന്നോ അങ്ങനെ പല പേരുകളുള്ള വിശുദ്ധരുണ്ടല്ലേ, അന്ന എന്നോ അൽഫോൻസ എന്നൊക്കെ പേര് കാണും. അപ്പോൾ ആ വിശുദ്ധരവിടെ കാണും. പിന്നെ ആരുണ്ടാവും? നമ്മുടെ കാവൽ മാലാഖമാരൊക്കെ അവിടെ ഉണ്ടാവും, അല്ലേ? പിന്നെ ഉണ്ടാവും ആൾക്കാർ. അതാരാന്നറിയാവോ? ആരാ? മാതാവ്. മാതാവ് ഉറപ്പായിട്ടുണ്ടാവും. മാതാവ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ആളാണ്. അപ്പോൾ മാതാവ് ഉണ്ടാവും. മാതാവിൻ്റെ കൂടെ ഒരാളുടെ കാണും. ഈശോ ഉണ്ട്. ഔസപിതാവ്, നിങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കില്ല ഔസപിതാവ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നമ്മളെ കാത്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ പറയാണ്ട പൊങ്ങമൂട് സ്ഥലത്തു നിന്ന് അന്ന വരുന്നുണ്ട്, അന്ന മിടിക്കുകയാണ്, അവൾ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്, നല്ല കുട്ടിയാണ്. ഇവരെല്ലാം ഇങ്ങനെ സ്വർഗത്തിലേക്ക് നമ്മളെ സ്വീകരിക്കാൻ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, വേറെ 2 പേര് അവിടെ വന്ന് നിൽക്കും. ആരാന്നറിയോ? കറുത്ത കോട്ടൊക്കെ ഇട്ട്
ടൈയൊക്കെ കെട്ടി രണ്ടുപേരോടെ നിൽക്കും. അവരുടെ കയ്യിൽ ഒരു പുസ്തകമൊക്കെ ഉണ്ടാവും. അവരുടെ കയ്യിൽ ആ പുസ്തകം അവരെ കൊണ്ട് തുറക്കും. എന്നിട്ട് പറയും, മാർച്ച് 26, 27, 28 പൊങ്ങമൂട് പള്ളിയിൽ ധ്യാനം നടന്നു. അന്ന ഒറ്റ ദിവസം പങ്കെടുത്തില്ല, കുമ്പസാരിച്ചില്ല, കുർബാന സ്വീകരിച്ചില്ല, ചെയ്ത പാവങ്ങളെക്കുറിച്ചൊന്നും ധ്യാനിച്ചിട്ടില്ല, ചെയ്ത പാവങ്ങളെക്കുറിച്ചൊന്നും മാനസാന്തരപ്പെട്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി കുറേ പാവങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ടായി. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ബുക്കെ കൊണ്ടുവരുന്നവർക്ക് എന്നാ അറിയാം, അവർ കൃത്യം സമയവും സ്ഥലവും എല്ലാം വെച്ച് നമ്മുടെ പാവങ്ങളൊക്കെ ലിസ്റ്റാക്കി അവിടെ വെച്ചേക്കാണ്. ദൈവമേ, മാതാവും വിഷമിക്കും, കാവൽമാലാകയും വിഷമിക്കും, എല്ലാവരും വിഷമിക്കും. കാരണം ഇവരുടെ ഈ തെളിവിരിക്കല്ലേ, പ്രൂഫ്. നമ്മൾ ചെയ്തു പോയ കള്ളത്തിന് കൈക്കൂലി മേടിച്ചിട്ടുണ്ട്, ഇത് വെറുതെ ഇരിക്കുകയാണ്. ജീവിതത്തിൽ കുമ്പസാരിച്ചിട്ടില്ല, കൈക്കൂലി മേടിച്ചിട്ട്. ജീവിതത്തിൽ മോട്ടിച്ചിട്ടുണ്ട്, ഇതുവരെ കുമ്പസാരിച്ചിട്ടില്ല. ദൈവം തന്ന ഒരുപാട് കാര്യങ്ങളെ ദുരുപയോഗിച്ചിട്ടുണ്ട്, കുമ്പസാരിച്ചിട്ടില്ല. നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, കുമ്പസാരിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ ഇയാളുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇയാൾ ഇതൊക്കെ അങ്ങ് വായിച്ചു. അപ്പോൾ ആകപ്പാടെ കൺഫ്യൂഷനായി. അപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്വർഗത്തിൻ്റെ താക്കോൽ തുറന്നു തരാൻ പറ്റത്തില്ല. ഇനി ഫൈനലി ഒരൊറ്റ ആൾക്കേ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ. അതാർക്കായിരിക്കും? ഈശോയ്ക്കായിരിക്കും അല്ലേ? അപ്പോൾ ഈശോ വന്നിങ്ങനെ നിന്നു, നിങ്ങളെ നോക്കി. ചിലപ്പോൾ ഈശോ പറയും, ഇങ്ങനെ പോരാൻ പറയും എൻ്റെ അടുത്തോട്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ വണ്ടടിച്ച് ചെയ്യും. കാരണം ഇതെങ്ങനെ ഈശോ പറഞ്ഞത്? കാരണം ഇയാൾക്ക് പാപമുണ്ടല്ലോ. അപ്പം ഈശോ ഒരു വാക്ക് പറയും. എന്തായിരിക്കും അറിയാം വാക്ക്? ഈശോ സ്വർഗത്തിലോട്ട് നമ്മളെ കയറ്റുന്ന ഒരു വാക്ക് പറയും. അതാണ് ഒരു കുറുക്ക് വഴി. എന്താണെന്നറിയോ? ഇവൾ എന്നെ അധികം സ്നേഹിച്ചു, അതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ വെച്ച് അധികം സ്നേഹിക്കാൻ പഠിക്കുക. സ്വന്തം ഭാര്യയെ അധികം സ്നേഹിക്കുക, സ്വന്തം ഭർത്താവിനെ അധികം സ്നേഹിക്കുക, സ്വന്തം മക്കളെ അധികം സ്നേഹിക്കുക, ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുന്ന ആൾക്കാരെ ഒരുപാട് സ്നേഹിക്കുക. അതാണ് നമ്മുടെ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ നീങ്ങാനുള്ള ഒരു വഴി. അതൊരു വഴിയാണ്, അതൊരു ഭാഗവും കൂടാണ്. അപ്പോൾ ആ നല്ല പ്രവൃത്തികളെയും ഈശോ കൗണ്ട് ചെയ്യും എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.